ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1746 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ പത്മപ്രിയ നായരാണ്. ഡോക്ടർ ലണ്ടനിൽ നിന്നാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിലെത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പത്മപ്രിയ ഡോക്ടർ നമുക്ക് ഒരുപാട് റെയർ മെഡിസിനുകളെ കുറിച്ചും പല വിഷയങ്ങളെ കുറിച്ചും നമുക്ക് ധാരാളം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് സ്പോർട്സ് രംഗത്ത് ഹോമിയോപ്പതിയുടെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അല്ലെങ്കിൽ സ്പോർട്സ് മെഡിസിനെ കുറിച്ചാണ് ഇന്നത്തെ സ്പോർട്സ് മെഡിസിൻ, അതാണ് ഇന്നത്തെ വിഷയം. വളരെ നല്ല ഒരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. ഡോക്ടറെ വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. നമസ്കാരം എല്ലാവർക്കും. And thank you very much IFPH for once again giving me this opportunity to share my knowledge. അപ്പം തുടങ്ങുന്ന മുമ്പ് എല്ലാം ക്ലിയർ ആണോ? ഓഡിയോ വീഡിയോ എല്ലാം ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ. ഒന്ന് കോഹോസ്റ്റ് ആക്കണേ, കോഹോസ്റ്റ് ആയിട്ടില്ല. ഡോക്ടർ ക്ലാസ് തുടങ്ങിക്കോളൂ, കോഹോസ്റ്റ് ആക്കിക്കോളാം. ഓക്കെ. അപ്പോൾ ഐ എം വെരി സോറി, ഒരു ടെക്നിക്കൽ എറർ ഉണ്ട് എൻ്റെ ലാപ്ടോപ്പിൽ, അതുകൊണ്ട് എനിക്ക് സ്ലൈഡ് ഷെയറിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റിൽ അത് അറിഞ്ഞത്. അപ്പോൾ നോട്ട്സ് എഴുതിയിട്ടുണ്ട്. സോ അൺഫോർച്ചുനേറ്റ്ലി ഐ വിൽ ബി ടോക്കിംഗ് കണ്ടിന്യൂസ്ലി. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്പോർട്സ് ഇഞ്ചുറി, ഹോമിയോപ്പതി, ഹൗ ഹോമിയോപ്പതി ഈസ് വെരി ബെനിഫിഷ്യൽ ഇൻ ദ ഫീൽഡ് ഓഫ് സ്പോർട്സ്. സോ ഹൗ ഷുഡ് ഐ സ്റ്റാർട്ട്? ഐ ഡോണ്ട് നോ. കാരണം ഇവിടെ ഞാൻ വന്ന പിന്നെ കാലം മാറി എന്ന് പറയാം. കാരണം പണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്ത് കുറേയൊക്കെ സ്പോർട്ട് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ട് പല പേഷ്യൻസും നമ്മളുടെ അടുത്ത് വരുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലം പോലെയുള്ള പല രീതിയിലുള്ള സ്പോർട്സ് ഇല്ലായിരുന്നു. ഞാൻ താമസിച്ചിരിക്കുന്ന സ്ഥലം മുംബൈയിലെ ഒരു ഏരിയയിലായിരുന്നു, ഒരു ടൗണിലായിരുന്നു. അവിടെ ബേസിക് കുട്ടികൾ സ്കൂളിൽ കളിക്കുന്ന സ്പോർട്സ്, പിന്നെ നമ്മളുടെ ഫുട്ബോള്, ക്രിക്കറ്റ്, ടെന്നീസ്, ബാഡ്മിൻ്റൺ. പിന്നെ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർ ടൗൺ ആയ അവസ്ഥയ്ക്ക് കുറേയൊക്കെ ലോക്കൽ കമ്മ്യൂണിറ്റീസ് പരസ്പരം കബഡി കളിക്കുക, പിന്നെ ലോക്കലായിട്ടുള്ള കുറച്ച് സ്പോർട്സ് കളിക്കുക, പിന്നെ റെസ്ലിംഗ് നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആ രീതിയിലൊക്കെ ഉള്ള സ്പോർട്സ് ആയിരുന്നു പണ്ട് ഭയങ്കര കോമൺ ആയിട്ട്. അപ്പോൾ നമ്മളുടെ അവിടെ വരുന്ന പേഷ്യൻസൊക്കെ കോണ്ടാക്ട് സ്പോർട്സ്, ഈ പറയുന്ന ബോക്സിങ് അല്ലെങ്കിൽ റെസ്ലിംഗ്, കബഡി, ഇതിലൊക്കെ ദേഹം പരസ്പരം ടച്ചാണ് രീതി. ദാറ്റ് ഈസ് കോണ്ടാക്ട് സ്പോർട്സ് വാസ് വെരി കോമൺ. പിന്നെ സ്പോർട്സ് കളിച്ചിട്ട് പല ഇഞ്ചുറീസും കൊണ്ട് വരുന്നത് നമ്മളുടെ അടുത്ത് പോലീസ് ട്രെയിനിങ്, മിലിറ്ററി ട്രെയിനിങ്ങിലൊക്കെ, നോട്ട് റിയലി മിലിറ്ററിക്കാരൊക്കെ റെയർലിയാണ് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ഡോക്ടറെ കാണാൻ വരുന്നതൊക്കെ. പക്ഷേ റെഗുലർ ബേസിസിൽ വരുന്നത് പോലീസുകാർ. അതിലും സ്പോർട്സ് കളിച്ചു, അല്ലെങ്കിൽ പിന്നെ ആസ് എ പാർട്ട് ഓഫ് ദ പോലീസ് ട്രെയിനിങ് പല ഇഞ്ചുറീസും വന്നു, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ തട്ടൽ, മുട്ടൽ, വീഴ്ച. സോ വിച്ച് ഓൾ ഫോൾസ് അണ്ടർ ദ സെയിം കാറ്റഗറി, സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറയാം. ആ രീതിയിലുള്ള പേഷ്യൻസ് ആയിരുന്നു. അപ്പം ഇന്ന് ഞാനിപ്പോൾ പറയാൻ വരുന്ന കുറേയൊക്കെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പഠിച്ച് അച്ഛൻ്റെ കാലത്തുള്ള സ്പോർട്സ് മെഡിക്കേഷൻസ് ആയിരിക്കും അധികം. കാരണം ഞാൻ പറഞ്ഞ പോലെ ഇന്ന് കാലം മാറിയതിൻ്റെ അർത്ഥം ഇവിടെ UK പല ടൈപ്പിൻ്റെ സ്പോർട്സ് ഉണ്ട്. ഇന്നിപ്പോൾ എൻ്റെ മക്കളുടെ കാര്യം തന്നെ ഞാൻ പറയാം, എല്ലാം ഉണ്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ്, പിന്നെ മാർഷൽ ആർട്സിൽ ഒരു തായ്ക്കൊണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, കരാട്ടെ ഉണ്ട്. പണ്ട് നമ്മളുടെ കാലത്ത് അത്ര കരാട്ടെ ഇല്ല, പണ്ട് ഡാൻസ് ആയിരുന്നു എന്നറിയാം. അപ്പോൾ അതിലും ഇഞ്ചുറീസും കൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ തായ്ക്കൊണ്ടു, കരാട്ടെ, കിക്ക് ബോക്സിങ്, ഇതൊക്കെ ഭയങ്കര കോമൺ ആണ്. റഗ്ബി, ബാസ്കറ്റ്ബോൾ, ബേസ്ബോൾ, സ്വിമ്മിങ്. സോ ദീസ് ആർ ദ സ്പോർട്സ് ദാറ്റ് ഈസ് ദെയർ ഇൻ ദ പ്രസൻറ്റ് വേൾഡ് ഹിയർ ടുഡേ ഇൻ ദിസ് കൺട്രി. ആൻഡ് ഐ എം ഷുവർ നാട്ടിൽ കേരളയിലും ഈ സ്പോർട്സൊക്കെ നല്ലപോലെ എല്ലാ സ്കൂളുകളിലും കമ്മ്യൂണിറ്റീസിലൊക്കെ അത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ രാജ്യത്തെ പ്രശ്നം, എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് എവറി സ്പോർട്ട്, എന്തൊരു സ്പോർട്ട് ആണെങ്കിലും ശരി, വി ഡു നോട്ട് ഹാവ് എ റോൾ. നമ്മളൊരു ഹോമിയോപ്പത്തിക് ഫിസിഷ്യനായിട്ട് നമുക്ക് അതിൽ കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല. കാരണം എന്തൊരു സ്പോർട്സ് ഉണ്ടെങ്കിലും സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. സ്പോർട്സ് റിലേറ്റഡ് എന്ത് ഇഞ്ചുറീസ് ഉണ്ടെങ്കിലും ആദ്യം പോണത് സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്പോർട്സ് മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് പോകണം. അപ്പോൾ അവരുടെ കൺവെൻഷണൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊണ്ടുപോകും.
പിന്നെ പേഷ്യൻസ് നമ്മളുടെ അടുത്ത് അങ്ങനെ ഡയറക്റ്റ് ഫസ്റ്റ് എയ്ഡ് ആയിട്ടോ അക്യൂട്ടായിട്ടോ വരാറില്ല. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് അച്ഛൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ പല അക്യൂട്ട് കേസസ് സ്പോർട്സ് ഇഞ്ചുറീസിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ അത് നമുക്ക് കാണാൻ കിട്ടില്ല. ബട്ട് പല രീതിയിലും എല്ലാം ചെയ്ത ശേഷം അക്യൂട്ട് മാനേജ്മെൻറ്റ് ബൈ കൺവെൻഷണൽ ഡോക്ടേഴ്സ് കഴിഞ്ഞ ശേഷം അവർ സെക്കൻഡറി തെറപ്പി എന്ന് പറഞ്ഞിട്ട് കൈറോപ്പത്തിയും റിഫ്ലെക്സോളജിയും പൊഡിയാട്രിസ്റ്റും ഫിസിയോതെറപ്പിസ്റ്റും ഇതിനൊക്കെയാണ് അവർ വിടുക. അപ്പോൾ പേഷ്യൻസ് മിക്കവാറും അങ്ങോട്ടേക്കേ പോകുക. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ അറിയുന്ന നമ്മളോടുള്ള വിശ്വാസം, ഹോമിയോപ്പത്തിയോടുള്ള വിശ്വാസത്തിൽ വരുന്ന പേഷ്യൻസ് എയിൽമെൻറ്റ്സ് ഫ്രം സ്പോർട്സ് ഇഞ്ചുറി എന്ന് ഞാൻ ലേബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ പേഷ്യൻസ് വരും. അപ്പോൾ അവർക്ക് പണ്ട് എപ്പോഴോ എന്തോ സ്പോർട്ട് ഇഞ്ചുറി നടന്നു, ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് വിത്ത് കൺവെൻഷണൽ ഡോക്ടേഴ്സ് വിത്ത് ദ ഹോസ്പിറ്റൽ കഴിഞ്ഞു, സെക്കൻഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫിസിയോതെറപ്പിയും പൊഡിയാട്രി അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മളുടെ അടുത്ത് വന്നു. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറിയിലുള്ള പേഷ്യൻസ് ഉണ്ട്. അത് നമുക്ക് അതിനെ പറ്റിയിട്ട് ഞാൻ കുറച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്ന് ഞാൻ അധികം പറയാൻ പറ്റുന്നത് അച്ഛൻ്റെ നിന്ന് പഠിച്ചതും പിന്നെ ഞാൻ ആസ് എ മദർ 2 മക്കളും അവരുടെ എല്ലാ സ്പോർട്സിലും എൻ്റെ മക്കളുണ്ടായിരുന്നു. സ്പോർട്സ് കളിക്കുക, ട്രെയിനിങ് മാത്രമല്ല കോമ്പറ്റീഷൻസിനും പോവും. സോ ദർ ഈസ് ട്രെയിനിങ്ങിൽ പോകുമ്പോഴുള്ള രീതിയിൽ ഏതൊക്കെ മരുന്നുകൾ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന എൻ്റെ കുട്ടികളെ. അതുപോലെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ റഫ് കോമ്പറ്റീഷനാണ്. പിന്നെ ഇവിടുത്തെ കോമ്പറ്റീഷൻ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ തായ്ക്കൊണ്ടോ, എൻ്റെ മക്കൾ തായ്ക്കൊണ്ടോ എന്ന് പറഞ്ഞാൽ കരാട്ടെ പോലെയുള്ള ഫിസിക്കൽ ബോഡി കോൺടാക്ട് സ്പോർട്സ് ആണ്. സോ ദാറ്റ് ഈസ് വെരി റഫ്, വെരി ഇൻറ്റൻസ്. അപ്പോൾ അങ്ങനത്തെ കോമ്പറ്റീഷൻസിലൊക്കെ പോകുമ്പോൾ ഒന്നും കൂടെ നമ്മളുടെ അടുത്ത് കൂടുതൽ കാണുന്ന ആഫ്രിക്കൻ കുട്ടികളും റഷ്യൻ കുട്ടികളും ഇവിടുത്തെ നെതർലാൻഡ്സ് കുട്ടികളൊക്കെ ഭയങ്കര ഹെവി ബിൽഡും നല്ല ഒരു ഫിസിക്കുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ മുമ്പിൽ നമ്മളുടെ കുട്ടികൾ ഇന്ത്യൻ പേഴ്സണാലിറ്റീസ് ആർ കമ്പാരിറ്റീവ്ലി ഓൺ എ ലോവർ സൈഡ്. അപ്പോൾ ഒന്നും കൂടെ അവർ ബോഡി, ഇന്ത്യൻ ബോഡി ഈസ് മോർ പ്രോൺ ടു ഇഞ്ചുറീസ്. അപ്പം ആ രീതിയിൽ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെ എല്ലാ സ്പോർട്സിനും വിട്ടിട്ടുണ്ട്, എല്ലാ രീതിയിലുള്ള കോമ്പറ്റീഷൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് നെവർ എവർ ടേക്കൺ സപ്പോർട്ട് ഓഫ് എനി അതർ മെഡിക്കേഷൻസ് അതർ ദൻ അവർ ഹോമിയോപ്പത്തിക് മെഡിക്കേഷൻസ്. സോ ടുഡേ ഒരു ബ്രീഫിംഗ് ഞാൻ തരാം. അപ്പോൾ ഏതൊക്കെ റെമഡീസാണ് നമുക്ക് ഒരു നല്ലപോലെ നമുക്ക് സക്സസ് റേറ്റ് കിട്ടിയ റെമഡീസ് എന്തൊക്കെയാണെന്ന് അതിനെ പറ്റിയിട്ട് ഞാനൊരു ഷെയറിങ് ആയിരിക്കുന്നു. ഓക്കെ, ഫൈൻ. ഓഡിയോ ക്ലിയർ ആണോ ഡോക്ടർ ശൈലം? ഓക്കെ. ഓക്കെ, ഫൈൻ. അപ്പം ആദ്യം തൊട്ടേ തുടങ്ങാം. ജസ്റ്റ് ട്രൈങ്. അപ്പം ഞാൻ പറഞ്ഞ PPT ഉണ്ടാക്കി, അത് അൺഫോർച്ചുനേറ്റ്ലി ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനത് സംസാരിക്കാം. സോ ഐ സ്റ്റാർട്ട് ഫ്രം ഹെഡ് ടു ടോ. സാധാരണ നമുക്ക് വരുന്ന ഇഞ്ചുറീസിനെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹെഡ് ഇഞ്ചുറി എല്ലാ സ്പോർട്സിലും മിക്കവാറും ദർ ഇസ് എ ഹൈ പോസിബിലിറ്റി ഓഫ് ഹെഡ് ഇഞ്ചുറി. ഇന്നത്തെ കാലത്ത് ഞാൻ പിന്നെയും പറയണം, പണ്ടത്തെ കാലത്ത് ഹെഡ് ഗിയർ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഈ കബഡിയും ഖോഖോ ഒക്കെ അച്ഛൻ്റെ അടുത്ത് പേഷ്യൻസ് വരുമ്പോൾ ഹെഡ് ഗിയർ ഇല്ല. ഇന്നത്തെ കാലത്ത് മിക്കവാറും എല്ലാ സ്പോർട്സിലും ഹെഡ് ഗിയർ ഉണ്ട്. അപ്പോൾ കുട്ടികൾ അതൊക്കെ ഇട്ടിട്ടാണ് കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ അത്രയും ഹെഡ് ഇഞ്ചുറീസ് നമുക്ക് കിട്ടാറില്ല. പക്ഷേ ഹെഡ് ഇഞ്ചുറീസ് അഥവാ ഉണ്ടെങ്കിൽ ഞാൻ കണ്ട അച്ഛൻ്റെ ക്ലിനിക്കിൽ കണ്ട സംഭവങ്ങളിൽ ആസ് യൂഷ്വൽ ഇതിൽ കുറേയൊക്കെ റെമഡീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് റെമഡീസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചിലപ്പോൾ പറയില്ല എന്ന് വരും. പക്ഷേ പിക്യുവർ സിംറ്റംസ് എവിടേക്ക് എന്തൊക്കെയാണ്, കുറച്ച് ലെസ് യൂസ്ഡ് റെമഡീസ് എന്താണ്, അതിന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ. അപ്പം ഹെഡ് ഇഞ്ചുറീസ് ആദ്യം പറയുന്നത്, ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ആർണിക്ക, ഡെഫിനറ്റ്ലി. സെക്കൻഡ് ബെസ്റ്റ് റെമഡീസ് നാട്രം സെൽഫ്. അപ്പം ഇത് ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, തലയിൽ ഹെഡ് ഗിയർ ഇട്ടിട്ടുണ്ട് കുട്ടി, തായ്ക്കൊണ്ടോ കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ തായ്ക്കൊണ്ടോ കോമ്പറ്റീഷൻ ഞാൻ പിന്നെയും പറയുന്നു, കാരണം ഐ വിൽ ബി ടോക്കിംഗ് മോർ കേസസ് ഓൺ ദാറ്റ്. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ പോകുമ്പോൾ 3 റൗണ്ടാണ് കുട്ടികൾക്ക് കളിക്കാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ ആക്ച്വൽ ഫൈറ്റിംഗ് ആണ്. ആക്ച്വൽ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇടിക്കുക, അടിക്കുക, ചവിട്ടുക, കുത്തുക എല്ലാം ഉണ്ട്, ആക്ച്വൽ ഫിസിക്കൽ. സോ തലയിൽ ഇടിക്കാറുണ്ട്, ഹെഡ് ഗിയർ ഇടും കുട്ടികൾ, എന്നാലും തലയിൽ ഇടി കിട്ടും. അപ്പം ഇതുപോലെ ഒരിക്കൽ മോന്, അത് മാത്രമല്ല പാരൻസിന് ആണ് സെപ്പറേറ്റ് സ്ഥലമല്ല, പാരൻസ് ഇവിടെ ഇരിക്കുന്ന ഫ്രണ്ടിലെ ഏരിയയിലാണ് കളി നടക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കുട്ടികൾ ആരിൻ്റെ കൂടെ കളിക്കണം, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എല്ലാം കാണാം. അപ്പോൾ ഐ സോ ദിസ്, ഇതുപോലെ കൊച്ചിന് തലയിൽ ഇടി കിട്ടി. എന്നിട്ട് എൻ്റെ മോൻ്റെ വകയായിരുന്നു. അപ്പോൾ മോൻ എന്ന് പറഞ്ഞു, അമ്മേ അവന് എൻ്റെ കൈ കൊണ്ട് കിട്ടി, അവൻ പാവം കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വി കാൺ ഡു എനിത്തിങ്. മെഡിക്കൽ ടീം ഉണ്ട്, മെഡിക്കൽ ടീം ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൻ അവിടെ പോയി കൊച്ചിൻ്റെ അടുത്ത് നിന്നിട്ട് സോറി എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെയും എൻ്റെ അടുത്ത് പിന്നെ വന്ന് പറഞ്ഞു, അമ്മ ഈസ് ഫൈൻ, ഹിസ് ഹെഡ് ഈസ് പെയിനിങ്, ബട്ട് അവന് ഹീസ് ഫീലിംഗ് നോഷിയേറ്റഡ്. അപ്പോൾ വോമിറ്റിംഗ് ബക്കറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചു, വോമിറ്റിംഗ് ഒന്നുമില്ല, നോഷിയേറ്റഡ്. So this is a very clinical symptom written in our materia medicum, natrum sulfur. Head injury ശേഷം നോഷ്യ, വോമിറ്റിംഗ് ഇല്ല, നോഷ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്രം സൾഫ് ഇസ് എ വെരി ഗുഡ് റെമഡി. ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഹെഡ് ഇഞ്ചുറി കാരണം വരുന്ന പേഷ്യൻസ് ഇതുപോലെ നോഷ്യ ഉണ്ടെങ്കിൽ മിക്കവാറും യൂസ് ചെയ്യുന്ന ഒരു റെമഡിയാണ് നാട്രം സൾഫ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹെഡ് ഇഞ്ചുറി കിട്ടി, പക്ഷെ ബ്ലീഡിങ് ഉണ്ട്, ഒന്നെങ്കിൽ കണ്ണിന്ന് ബ്ലഡ്, മൂക്കിന്ന് ബ്ലഡ് ഒക്കെ പോണു.
അപ്പം again in today's world we don't get to see. ഞാൻ പറഞ്ഞില്ലേ കേരളയുടെ സിനാരിയോ വേറെയാണ്. നിങ്ങളൊക്കെ പ്രാക്ടീഷണേഴ്സ്, യു ആർ ഇൻ ദ ബെസ്റ്റ് പ്ലേസ് ഇൻ ദിസ് പ്ലാനറ്റ്. സോ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ പേഷ്യൻസ് കിട്ടിയിരിക്കും. അപ്പോൾ ഈ റെമഡീസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കുക. എനിക്ക് കിട്ടാറില്ല. അപ്പോൾ ഹെഡ് ഇഞ്ചുറി വിത്ത് ഹിമറേജസ്, എനി കൈൻഡ് ഓഫ് ഹിമറേജ് എവിടെയെങ്കിലും നിന്നൊക്കെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ചൈന 6C അച്ഛൻ കൊടുക്കാറുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് റെമഡി. പെട്ടെന്ന് നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ട് കിട്ടും. ചൈന 6C. സോ വിത്ത് ഹിമറേജ് ഹെഡ് ഇഞ്ചുറി. ഓക്കെ, ഹെഡ് ഇഞ്ചുറി ഹീമറേജസ് ഒന്നുമില്ല, പക്ഷെ ബോധം കെട്ടു. ആ വേദനയുടെ ഇത് കാരണം ബോധം കെട്ടിയിരിക്കണം. കൈയും കാലമൊക്കെ തണുത്തിരിക്കണം, പൾസൊക്കെ ഫീബിളായിരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കാർബോവേജ്, എഗെയിൻ കാർബോവേജ് 6C കൊടുത്താൽ കുറച്ച് ഇടയ്ക്ക് ഒരു 15-20 മിനിറ്റ്സിന് ഗ്യാപ്പിൽ റിപ്പീറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി കാർബോവേജ് വിൽ ഹെൽപ്പ് ദിസ് പേഷ്യൻറ്റ്. And now one of the last thing in head injury is മയങ്ങി, കംപ്ലീറ്റ്ലി മയങ്ങി. കോൺഷ്യസ് ആണ്, സോറി, കടപ്പാണ്, പക്ഷേ ദർ ഈസ് നോ അവയർനെസ്. നമ്മൾ സംസാരിക്കുന്നു, പേരെന്താണ്, നിനക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ആരാണ്, മോനെ കണ്ണ് തുറക്കുക എന്നൊക്കെ പറയുമ്പോൾ ഐസ് ആർ ഓപ്പൺ, ഡയലേറ്റഡ്, പിപ്പിൾസ് ആർ ഡയലേറ്റഡ്, ബട്ട് ദർ ഈസ് നോ റെസ്പോൺസ്. യു ട്രൈ, നോണ്ടി നോക്കുക, സംസാരിച്ച് നോക്കുക, ഒച്ചിട്ട് നോക്കുക, വിളിച്ച് നോക്കുക, കുലുക്കി നോക്കുക. സോ ദർ ഈസ് നോ റെസ്പോൺസ്. ഓക്കെ, സോ ദർ ഈസ് അബ്സല്യൂട്ട്ലി ലോസ് ആൻഡ് ഇൻസെൻസിബിലിറ്റി. ഇത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ്. കണ്ണിൽ നമ്മൾ ടോർച്ച് അടിക്കുക, വെളിച്ചം തട്ടുക, ഇൻസെൻസിബിലിറ്റി. സോ ഓപ്പിയം ഈസ് എ വെരി ഗുഡ് റെമഡി. എഗെയിൻ ഓപ്പിയം എങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഓപ്പിയം കൊടുക്കുമ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന അച്ഛൻ മിക്കവാറും 200 തന്നെ സ്റ്റാർട്ട് ചെയ്യും. സോ ഓപ്പിയം 200 ഫസ്റ്റ് ഡോസ് കൊടുക്കും. പിന്നെ അതിൻ്റെ റെസ്പോൺസ് കണ്ടിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഒരു 2-3 മണിക്കൂറിൽ ഒരു ഡോസും കൂടെ റിപ്പീറ്റ് ചെയ്യാം. സോ ഹെഡ് ഇഞ്ചുറി ഈസ് ആർണിക, natrum self, opium, carbovage and china. Okay, moving down towards eyes. കണ്ണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആർണിക്ക ഉണ്ട്, യുഫ്രേസിയ ഉണ്ട്, സിംഫൈറ്റം, ലേഡംപാൽ. സോ ദിസ് ഈസ് വെരി യൂഷ്വൽ. കണ്ണിൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്ന ആർണിക്ക സ്റ്റാർട്ട് ചെയ്യാം. എന്തൊരു ഇഞ്ചുറി ഉണ്ടെങ്കിലും ആർണിക്ക ഇസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹെൽപ്പ് യു. പക്ഷേ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആർണിക്ക 6C പേഷ്യൻറ്റിനെ വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിൽ അസുഖം കുറവുണ്ട്, കണ്ണിൻ്റെ എല്ലാം പ്രശ്നം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഓൾവേസ് റിമെമ്പർ ടു കണ്ടിന്യൂ ആർണിക്ക വിത്ത് സിംഫൈറ്റം. അപ്പം എന്തെങ്കിലും റെസിഡ്യുവൽ ആയിട്ടുള്ള ഡിസ്കളറേഷനോ ഇന്റർണൽ വേദനയോ എന്തുണ്ടെങ്കിലും സിംഫൈറ്റം ഇസ് വെരി ഗുഡ് ഫോർ ഹീലിംഗ് ദ പേഷ്യൻറ്റ്, സ്പെഷ്യലി ഇഫ് ദർ ഇസ് എ ഹൈ ഇഞ്ചുറി ആഫ്റ്റർ ആർണിക്ക. ഓക്കെ, കമ്മിങ് ഡൗൺ ടു നോസ്. എഗെയിൻ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഞാൻ കാണാറുണ്ട് പിള്ളേർ കളിക്കുമ്പോൾ മിക്കവാറും ഇടിയും കിട്ടുമ്പോൾ നോസിൽ ബ്ലീഡിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓഫ് കോഴ്സ് അതർ കേസസ് വല്ല ഫ്രാക്ചറൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലാണ് മാനേജ് ചെയ്യുക, നമുക്കൊന്നും ചെയ്യാനില്ല. ബട്ട് നോസിൽ ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അക്യൂട്ട് എമർജൻസി വിച്ച് കം ആസ് എ സ്പോട്ട് ഇഞ്ചുറി ഫോർ നോസ് ഇസ് ബ്ലീഡിങ്. അപ്പോൾ ബ്ലീഡിങ്ങിൽ ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്ന ഐസ് പാക്കിംഗ് ഒക്കെ കൊടുത്ത് മെഡിക്കൽ ടീം കുട്ടികളുടെ കൂടെ ഇരിക്കും. ആ കുട്ടിയുടെ നോസ് ബ്ലീഡിങ് ഒക്കെ മാറും. അപ്പോൾ ഇതുപോലെ ഒരു കേസ് ഉണ്ടായിരുന്നു, എൻ്റെ മോള് ഇതുപോലെ മാർഷൽ ആർട്സ് കുത്തിയിട്ട് കൊച്ചിൻ്റെ ബ്ലീഡിങ് ആയിരുന്നു. അപ്പോൾ ഇവർ എത്ര ഐസ് പാക്ക് വെച്ചിട്ടും ബ്ലഡ് പോകണില്ല, ബ്ലഡ് നിൽക്കണില്ല, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കണം. അപ്പം എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറയും, അമ്മ ദ ബ്ലഡ് ഈസ് സോ ഡാർക്ക് റെഡ്, ഐ ഹവ് നെവർ എവർ സീൻ ദിസ് ബ്ലഡ്. സോ എൻ്റെ മനസ്സിൽ വന്നു എലാപ്സ് ഇസ് ദ ബെസ്റ്റ് റെമഡി. പക്ഷെ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം എലാപ്സിൽ ബ്ലഡ് വീഴുന്നത് നല്ല ബ്രൈറ്റ് റെഡ് ആയിരിക്കും. ഈ പറയുന്ന കൊച്ചു പിള്ളേർക്കും കൂടെ ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ദ ബ്ലഡ് ഈസ് വെരി ബ്രൈറ്റ് റെഡ്. അപ്പോൾ എലാപ്സ് ഈസ് വെരി ഗുഡ് ഫോർ നോസ് ബ്ലീഡിങ്. അപ്പം ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞ, മോളെ ആ കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബ്ലീഡിങ് നിൽക്കണമില്ല, ഐസ് പാക്കിംഗ് ചെയ്തിട്ടുണ്ട്, വാട്ട് മോർ ക്യാൻ ദ മെഡിക്കൽ ടീം ഡു? സോ യു ഡു വൺ തിങ്, ആ കൊച്ചിനെയും കൊണ്ട് കുറച്ച് നേരം വെളിയിൽ കൊണ്ടുപോയി ഇരുത്ത്, ബ്ലീഡിങ് കുറയുന്നു. അത് സംഭവിച്ചു. മോളെ അവളെയും കൊണ്ട് വെളിയിൽ പോയി, ബ്ലീഡിങ് കുറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ലാബ്സിലുള്ള സെക്കൻഡ് പ്രിസ്ക്രിപ്റ്റീവ് റുബ്രിക്കാണ് amelioration in open air. There is no bleeding when the patient goes open air. Bleeding inside closed rooms. അപ്പോൾ ഈ സ്പോർട്സ് ഹാളിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ വെളിയിൽ കൊണ്ടുപോയി ഇരുത്തുക, ബ്ലീഡിങ് കുറയും. സോ ദാറ്റ് ഈസ് എലാപ്സ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെമഡി ഇതുപോലെ ഇതും എൻ്റെ മോൻ്റെ കേസിൽ, മോൻ എൻ്റെ അമ്മ അവൻ്റെ മൂക്കിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. അമ്മ, ഞാൻ സത്യത്തിൽ അവനെ അടിച്ചിട്ടില്ല അമ്മ, ഒന്ന് തട്ടിയതേ ഉള്ളൂ. ഇതിനായിട്ടും ഹാർഡ് പഞ്ചൊക്കെ ഞാൻ എത്രയോ പേർക്ക് കൊടുത്തിട്ടുണ്ട്, അവരൊന്നും എങ്ങനെ ബ്ലീഡിങ് വന്ന് കരയില്ല. ഇവനെന്താ ഇങ്ങനെയൊക്കെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം, അവൻ്റെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു നോൺ സ്റ്റോപ്പ്. ഓക്കെ, എഗെയിൻ ഐ കുഡ് നോട്ട് ഹെൽപ്പ്. പക്ഷെ ഞാൻ അച്ഛൻ ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവിടെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒരു സ്ട്രീറ്റ് ഫൈറ്റിങ്സ് ഒക്കെ കുറേ നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ പിള്ളേർ പാരൻസ് കൊണ്ടുവരും, ആരോ ഇടിച്ചു അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 2 പിള്ളേരും കൂടി വന്ന കേസ് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ്റെ അടുത്ത് വന്ന് പറയണ, അങ്കിൾ മെനേസ്കോ മാറാ, ഞാൻ ഇവനെ അടിച്ചു, അങ്കിൾ ഒന്ന് നോക്കണേന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ നല്ലപോലെ അടിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും അടിച്ചു, മൂക്കിൽ തട്ടിയിട്ടേ ഇല്ല, എന്നാലും ഇവന് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നു. സോ CPI is a very good remedy. CPIയുടെ സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് നോസ് is very very
ഷാർപ്പ്. ജസ്റ്റ് ഒന്ന് ടച്ച് ആയാലും ബ്ലീഡിങ് വരാറുണ്ട്. അപ്പം എഗെയിൻ CPM നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. മാത്രമല്ല ആർണിക്ക കൊടുക്കാം. ആർണിക്ക കൊടുത്ത പേഷ്യൻസിന് സാധാരണ ബ്ലീഡിങ് നിൽക്കും. ചില പേഷ്യൻസ് മേ ബി 3 days 5 days ഓൺ ആർണിക്ക, 10 days ഓൺ ആർണിക്ക, എന്നാലും നോസിന് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വരണമെന്നുണ്ടെങ്കിൽ CPR ഇസ് എ വെരി ഗുഡ് റെമഡി. CPR 6C നമുക്ക് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് മെഡിസിൻ ഡോക്ടർ പറഞ്ഞത് മനസ്സിലായില്ല. സെപ്പിയ SCPIA 6C. ഓക്കെ. ഓക്കെ, അപ്പൊ അതിലെന്താ വെച്ചാൽ സ്ലൈറ്റ് ബ്ലോ ഓൾസോ ബ്ലീഡ്സ്, സെൻസിറ്റിവിറ്റി ടു സ്മെൽ ആൻഡ് വെരി ഇവൻ ഇഫ് ആർണിക, അതാ ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത്, ആർണിക കൊടുത്തു 2-3 ദിവസമായിട്ട് ആർണിക കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും ബ്ലീഡിങ് വലിയ മാറ്റം ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി പുട്ട് ഇറ്റ് ഇൻ ടു CPR ഡോസസ്. ഓക്കെ, പിന്നെ നമ്മളുടെ റൂട്ടീൻ ആയിട്ടുള്ള മരുന്നുകളൊക്കെ അറിയാലോ, HAM-MLS ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ റൂട്ടീൻ മെഡിക്കേഷൻസ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണെന്ന് അത് മാത്രമേ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അത് ഓക്കെ, അപ്പോൾ കണ്ണ്, മൂക്ക്, തല, ഇത് 3ആയി. നെക്സ്റ്റ് ഈസ് സ്പൈൻ. അത് അച്ഛൻ്റെ നിന്ന് പഠിച്ചതാണ്. സ്പൈൻ ആവണ അത്രയും നമ്മൾ അങ്ങനെ നമ്മുടെ ബേസിക് മരുന്ന് കൊടുത്തിട്ട് പേഷ്യൻറ്റിനെ വിടണം ഹോസ്പിറ്റലിൽ. എന്താ വേണ്ടെന്നുള്ള ഇൻവെസ്റ്റിഗേഷനും സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് അവിടെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താ ചെയ്യാനുള്ളത് അവർ ചെയ്തോട്ടെ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നോ എന്ന് പറഞ്ഞിട്ട് വിടുക. ബിക്കോസ് സ്പൈൻ ഇസ് ബിറ്റ് ക്രിട്ടിക്കൽ. ബട്ട് അഗെയിൻ യു ക്യാൻ ഓൾവേസ് സെൻഡ് യുവർ പേഷ്യൻസ് വിത്ത് ആർണിക, റൂട്ട, റെസ്റ്റോക്സ്. നിങ്ങൾക്ക് എന്താ ആ സമയത്ത് കറക്റ്റ് ഇൻഡിക്കേറ്റഡ് ആയി തോന്നുന്നു അത് കൊടുക്കാം, ബേസിക് നമ്മളുടെ റെമഡീസ്. ഓക്കെ, അപ്പോൾ പേഷ്യൻറ്റിന് ഇതുപോലെ സ്പൈൻ എന്തോ ഇവിടെ ഇഞ്ചുറി, വാട്ട് എവർ ഇഞ്ചുറി, മിക്കവാറും എല്ലാം സ്പോർട്സിലും വരാറുണ്ട് സ്പൈനൽ ഇഞ്ചുറി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് എല്ലാം ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന സമയത്ത് നമുക്ക് അപ്പം നോക്കാം എന്താ വേണ്ടത്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷൻ ഈസ് ഡോക്ടറെ മരുന്നൊക്കെ കഴിച്ചു, ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്തു, പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നങ്ങളൊക്കെ മാറി, എന്നാലും നെക്ക് ഭയങ്കര സ്റ്റിഫാണ്. സ്റ്റിഫ്നെസ് കാരണം സ്പെഷ്യലി രാത്രി കടന്നിട്ട് എണിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അഗ്രിവേഷൻ ഇൻ ദ മോർണിംഗ്, അഗ്രിവേഷൻ ബൈ എനി കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്, ആൻഡ് ഇത് കണ്ടിന്യൂസ് ആണ്, ഏത് നേരവും ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും. അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ആയിട്ട് വല്ല ജോലി ചെയ്യുമ്പോൾ അഗ്രിവേറ്റഡ് ബൈ കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ അനാകാർഡിയം ഈസ് എ വെരി ഗുഡ് റെമഡി. ഓക്കെ, സോ അനാകാർഡിയം ഫോർ സ്റ്റിഫ് നെക്ക്. പിന്നെ നമ്മളുടെ യൂഷ്വൽ റോഡോഡെൻഡ്രോൺ ഈസ് ഓൾസോ അനദർ ഗുഡ് റെമഡി. കാൽക്കേരിയ കാബ് അഗെയിൻ ഈസ് എ വെരി ഗുഡ് റെമഡി വിച്ച് ആക്ട്സ് വെരി നൈസ് ഓൺ ദ നെക്ക്. അപ്പോൾ ട്രീറ്റ്മെൻറ്റും മാനേജ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് നമുക്കത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്പൈൻ റിലേറ്റഡ് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഹൈപ്പറിക്കം ഇസ് എ വെരി ഗുഡ് റെമഡി. അഗെയിൻ പേഷ്യൻസ് സ്പോർട്സ് ഇഞ്ചുറിയാണ്, നമുക്ക് മരുന്ന് കഴിച്ചു, ട്രീറ്റ്മെൻറ്റ് കഴിച്ചു, ഫിസിയോതെറപ്പി ഒക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ ഹൈപ്പറിക്കം കുറച്ച് കാലത്തിൽ 2-3 ആഴ്ചയൊക്കെ ഹൈപ്പറിക്കം ലോ പൊട്ടൻസി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ദ പേഷ്യൻറ്റ് വിൽ ബി ഫൈൻ വിത്ത് വാട്ട് എവർ എയിൽമെൻറ്റ്സ് ഈസ് ഗോട്ട് ഓൺ ദ സ്പൈൻ. പിന്നെ പേഷ്യൻസ് ഡിസ്ക് സംബന്ധമായിട്ടുള്ള എവിടെയെങ്കിലും ഡിസ്ക് ഡാമേജ് ആയി, സ്പോർട്സ് കളിച്ചിട്ടാണ് ഡിസ്ക് ഡാമേജ് ആയി എന്ന് പറഞ്ഞ് വരുന്നതിൽ മാക്ഫോസ്, അഗെയിൻ മാക്ഫോസ് ഈസ് വെരി ഗുഡ്, കാൽക്കേരിയ കാബ് ഈസ് വെരി ഗുഡ്. CPR നമുക്ക് കൊടുക്കാം. അഗെയിൻ എവറിത്തിങ് ഇൻഡിക്കേഷൻസ് എന്താ നോക്കിയിട്ട് സിംറ്റമറ്റോളജിക്കലി കൊടുക്കാം. ബട്ട് ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺലി സീൻ സക്സസ്ഫുൾ റെമഡീസ്. ഓക്കെ, പിന്നെ കോക്സിക് ബോണിൽ സ്പെസിഫിക്കലി അവിടെ ഞാൻ പറഞ്ഞില്ലേ ഫൈറ്റിംഗ് ചെയ്തിട്ട് അടിച്ചിട്ട് വീണ് കിടക്കുന്ന പേഷ്യൻസ് ടൈപ്പ് ചെയ്യണു, അത്രയും ഡാമേജ് വന്ന് കോക്സിക് ബോണ്, സാക്രോ ഇലിയാക് ജോയിന്റ്, അതിനൊക്കെ ഹൈപ്പറിക്കം ഈസ് എ വെരി 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 ഗുഡ് റെമഡി. ബട്ട് ഹൈപ്പറിക്കത്തിനെക്കാട്ടും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സമയത്തുള്ള കാലത്ത് അച്ഛൻ്റെ ഇളയച്ചൻ്റെ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അച്ഛൻ ഇളയച്ചൻ്റെ കഥകളൊക്കെ പറയുമായിരുന്നു. ഇളയച്ചൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കേസ് വരുമ്പോൾ പറയും, ഇതുപോലെ ഒരു പേഷ്യൻ്റ് ഇളയച്ചൻ്റെ അടുത്ത് വന്നിരുന്നു എന്നൊക്കെ. അപ്പോൾ അച്ഛൻ്റെ ഇളയച്ചൻ ഈസ് മൈ അപ്പൂപ്പൻ. അപ്പോൾ അപ്പൂപ്പൻ്റെ നിന്ന് പഠിച്ച ഒരു 2 റെമഡീസാണ് ടെലൂരിയം. അപ്പോൾ ടെലൂരിയത്തിൽ മിക്കവാറും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ താമസിക്കുന്ന സ്ഥലം മുംബൈയിൽ ഒരു അണ്ടർ ഡെവലപ്ഡ് ടൗൺ ആയിരുന്നു, ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ആയിരുന്നു. പക്ഷെ എൻ്റെ ഈ അപ്പൂപ്പൻ താമസിക്കുന്ന പ്രൈം ലൊക്കേഷൻ, ഇന്ന് നമ്മുടെ അമിതാഭ് ബച്ചനും സൽമാൻ ഖാനും ഒക്കെ ആ ഏരിയ താമസിക്കുന്നത് അത്രയും പ്രൈം ലൊക്കേഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ റിച്ച് അഫ്ലുവൻറ്റ് മുംബൈ പീപ്പിൾ ആർ സ്റ്റേയിങ്. അവിടെ ഹോഴ്സ് റൈഡിങ് ഭയങ്കര കോമൺ ആയിരുന്നു. ഹോഴ്സ് റൈഡിങ് എന്ന് പറഞ്ഞാൽ റേസ് കോഴ്സ് ഉണ്ട്, മുംബൈ റേസ് കോഴ്സ് അവിടെ ഉണ്ട്. അവിടുത്തെ പല നല്ല നല്ല പേഷ്യൻസ് വരുന്ന, നല്ലതാ പറഞ്ഞാൽ റിച്ച് ഫാമിലീസിന് വരുന്ന പേഷ്യൻസ് ആയിരുന്നു അപ്പൂപ്പൻ. അപ്പോൾ ഹോഴ്സ് റൈഡിങ്, ഹോഴ്സിന്ന് വീണിട്ട് വേണ്ട മരുന്നുകളൊക്കെ കഴിച്ചിട്ട് മാറില്ല എന്ന് പറഞ്ഞിട്ട് സാക്രോ ഇലിയാക് ഇഞ്ചുറീസും കൊണ്ടുവരും. സോ ടെലൂരിയം ഈസ് വെരി ഗുഡ്. അപ്പോൾ ഒരു ഹൈറ്റിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ പിന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്ന
പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് മുകളിൽ നിന്ന് താഴെ വീണു. അപ്പോൾ സാക്രോ ഇലിയാക് ജോയിൻസിൽ അതിപ്പോൾ അതിന് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് ഗോൾഫ് കളിക്കുന്നവർക്കും സാക്രോ ഇലിയാക് ജോയിന്റ് എഫക്റ്റ് ആവും. ഫുട്ബോൾ, റഗ്ബിയിലൊക്കെ സാക്രോ ഇലിയാക് ജോയിന്റ് ഡാമേജ് ആവാറുണ്ട്. സോ ടെലൂരിയം ക്യാൻ ബി യൂസ്ഡ്. ആൻഡ് തൈസ് ഒക്കെ ഭയങ്കര ജോയിന്റ് പെയിൻ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ കൂടെ റൈറ്റ് സൈഡ്, സ്പെഷ്യലി റൈറ്റ് സൈഡ് തൈസ് ഭയങ്കര വേദന, എണിക്കാൻ പറ്റുന്നില്ല, അവർ തുടരുത്, എനിക്ക് ഭയങ്കര വേദന, എനിക്ക് തുടരുത്. സോ ദ ഇന്റൻസിറ്റി ഓഫ് പെയിൻ ഈസ് വെരി ബാഡ്. സോ യു ക്യാൻ ഓൾവേസ് ഹെൽപ്പ് ദീസ് പേഷ്യൻസ് വിത്ത് ടെലൂരിയം. നെക്സ്റ്റ് വെരി നൈസ് റെമഡി ഈസ് വാരിയോലിനം. ഓക്കെ, വാരിയോലിനത്തിലും ഇതുപോലെ ഇരുന്നാൽ എണിക്കാൻ പറ്റില്ല, ഭയങ്കര ഡിഫിക്കൽട്ട്. റൈസിങ് ഫ്രം സീറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ആൻഡ് ദ പേഷ്യൻറ്റ് വിൽ ഓൾമോസ്റ്റ് ഫെയിൻറ്റ് ഔട്ട് ഓഫ് പെയിൻ. അത്രയും സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാവും. പിന്നെ രാത്രി കിടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റെസ്റ്റ്ലെസ്നെസ് കുറേ ഉണ്ടാവും. റെസ്റ്റ്ലെസ്നെസ് ആൻഡ് ടോസിങ് ആൻഡ് ടേണിങ് ഇൻ ബെഡ് ഈസ് വെരി പ്രീഡോമിനൻറ്റ് ഇൻ വാരിയോലിനം. സോ ദിസ് ടു റെമഡീസ്. അത് കൂടാണ്ട് നമുക്ക് നമ്മുടെ ആർണിക്ക റെസ്റ്റോക്സ് ഉണ്ട്. ആസ്പുലസ് ഇസ് എ വെരി ഗുഡ് റെമഡീസ് ഫോർ സാക്രോ ഇലിയാക് ജോയിന്റ്. കൊനായമിലും ഇതുപോലെ സാക്രോ ഇലിയാക് ജോയിന്റ് ഡാമേജ് വന്നു. കുറച്ച് കാലമായിട്ട് മരുന്നുകൾ, പെയിൻ കില്ലേഴ്സും NSAIDs ഒക്കെ ആണല്ലോ ഇവിടെ കഴിക്കുന്നത്. അതൊക്കെ കഴിച്ചിട്ടും മാറില്ല എന്നുണ്ടെങ്കിൽ സിംറ്റമാറ്റിക്കലി നോക്കിയാൽ കൊനായം ആസ്പുലസ് ഇസ് ഓൾസോ വെരി ഗുഡ് റെമഡി. ഓക്കെ, അപ്പം അത് നമ്മളുടെ ഇടുപ്പ് വരെ ഉള്ളത്. ഇനി നെക്സ്റ്റ് ഐ ടോക്ക് അബൌട്ട് ദ ഹാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഹാൻഡിൽ നമ്മൾ സൈക്ലിംഗ്, കുറേ സൈക്ലിംഗ് ചെയ്ത്, അതുപോലെ ജിംനാസ്റ്റിക്സ്. ഇവിടെ ജിംനാസ്റ്റിക്സ് കുട്ടികൾ, എൻ്റെ കുട്ടികളും ജിംനാസ്റ്റിക്സിന് പോകുമ്പോൾ കുറേ കേട്ടിട്ടുണ്ട്. കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇൻറ്റൻസ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ ജോയിന്റ് ഈസ് വെരി ബാഡ്ലി എഫക്റ്റഡ്. അപ്പോൾ ബ്രിസ്റ്റ് കംപ്ലയിൻസ് ഒക്കെ കുറേ കിട്ടും നമുക്ക് ഈ സ്പോർട്സിൽ, ജിംനാസ്റ്റിക്സ്, സൈക്ലിസ്റ്റ്. പിന്നെ ഇന്നത്തെ കാലത്ത് പോസ്റ്റ് കോവിഡ് കുറേ കാണുന്നുണ്ട്, മിക്കവാറും എല്ലാവരുടെ വീട്ടിലും ജിമ്മ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ത്രെഡ്മിൽ ഉണ്ടാവും, വെയിറ്റ് ലിഫ്റ്റിംഗ്, വെയിറ്റ്സ് ഈ പിള്ളേരും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ടീനേജ് പിള്ളേരൊക്കെ വെയിറ്റ് എടുക്കുന്ന പരിപാടികൾ. അപ്പോൾ ഈ വെയിറ്റ് എടുക്കുമ്പോൾ വി ഹാവ് ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ് അറൌണ്ട് ദ ബ്രിസ്റ്റ്. അപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോം. അപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോം നമുക്ക് എല്ലാവർക്കും അറിയാം, റൂട്ടീൻ മെഡിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ കാർപ്പൽ ടണൽ സിൻഡ്രോം ഇവിടെ എനിക്കൊരു അഡ്വാൻറ്റേജ്, ആൾക്കാർക്ക് ഡയഗ്നോസിസ്, മെഡിക്കലി ഡയഗ്നോസ് ചെയ്യുന്ന മുമ്പേ പല സിംറ്റംസും ഉണ്ടാവും. അത് വെച്ചിട്ട് തന്നെ നമുക്ക് സക്സസ് റേറ്റ് കിട്ടും. കാർപ്പൽ ടണലിൽ മെയിൻലി എവറിത്തിങ് സ്റ്റാർട്ട്സ് വിത്ത് ടിംഗ്ലിംഗ് സെൻസേഷൻ, നംനെസ്, പിൻസ് ആൻഡ് നീഡിൽ സെൻസേഷൻസ്. ഇതും കൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടാണ് ലാസ്റ്റ് കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ബേസിസിൽ തന്നെ നമുക്ക് നല്ല നല്ല റെമഡീസ് ഉണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ APs. ആൻഡ് ഇഫ് യു ഹാവ് ദിസ് ടിംഗ്ലിംഗ് സെൻസേഷൻ, നംനെസ്സും, നീഡിൽ, നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് ഒക്കെ കാണുമ്പോൾ പ്രോപ്പർ സിംറ്റംസ് എടുത്താൽ നമുക്ക് APs, അലുമിന, ആർസനിക്, ബ്രയോണിയ ഇതൊക്കെ യൂസ് ചെയ്യാം. ഇതൊക്കെ യൂസ് ചെയ്താൽ കാർപ്പൽ ടണൽ സിൻഡ്രോം ഈസ് വെരി beneficial for people who are into sports, into rough sports, and who have actually damaged the nerves there. Okay, so that is okay, that was carpal tunnel syndrome. ഞാൻ എന്തോ ഒരു കാര്യം മിസ് ചെയ്തു എന്ന് തോന്നുന്നു, ഒരു മിനിറ്റ്. അതുപോലെ അലുമിന, സോറി, കാർപ്പൽ ടണലിൽ APsനെ പോലെയുള്ള നല്ലൊരു റെമഡിയാണ് അലുമിന. അലുമിന ഈസ് വെരി ഗുഡ്. ഇവിടെ ഞാൻ കുറച്ച് പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ടെന്നീസ്, ബാഡ്മിന്റൺ ക്ലബ്ബൊക്കെ ജോയിൻ ചെയ്തിട്ട് കുറേ സ്ത്രീകൾ വരാറുണ്ട്. അതിൽ ലിറ്ററലി വന്ന് പറയും, നീഡിൽ, ഐ ഫീൽ ആസ് ഇഫ് എ നീഡിൽ ഇസ് ദെയർ ഡീപ്പ് ഇൻസൈഡ് മൈ ഫിംഗേഴ്സ്. അപ്പം നീഡിൽ, അതിൻ്റെ നമ്മളുടെ സിംറ്റം ആണ് സെൻസേഷൻ ഓഫ് റെഡ് ഹോട്ട് നീഡിൽസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഫിംഗർ. So this is very good if this can be managed with alumina. Alumina is a very good remedy for this case. Okay. Okay, now tenosynovitis of the wrist and forearm. ഇതും ഞാൻ പറഞ്ഞില്ലേ, കുറേ ബാഡ്മിന്റൺ, ടെന്നീസ്, ബാഡ്മിന്റൺ, ഇതൊക്കെ സ്ക്വാഷ് ഒക്കെ കളിക്കുന്ന ഈ കൈ കൊണ്ടുള്ള പരിപാടി, എക്സ്റ്റൻഷൻ ടെൻഡൻ ഓഫ് ദ wrist ഡാമേജ് ആവും ഇതിൽ. ഇതും എഗെയിൻ നമ്മളുടെ റൂട്ടീൻ റെമഡീസ് എന്തൊക്കെയുണ്ട് അതൊക്കെ സിംറ്റമാറ്റിക്കലി യൂസ് ചെയ്യാം. ബട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി വിച്ച് ഐ ഹാവ് ഫൗണ്ട് ഈസ് പ്ലംബ മെറ്റാലിക്കം. പ്ലംബ മെറ്റാലിക്കത്തിൽ തൊടാൻ പാടില്ല. നമ്മളൊന്ന് തൊട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ വേണ്ട ഡോക്ടർ, ഭയങ്കര വേദന, തൊടാൻ പാടില്ല. സോ ദർ ഈസ് അഗ്രിവേഷൻ from touch, but strangely the patient will feel better with massage. ഒരു നല്ലൊരു മസാജ് കൊടുത്താൽ സുഖമായി കിടന്നുറങ്ങി, വേദനയൊന്നും ഇല്ല എന്ന് പറയും. സോ മാത്രമല്ല, അത് സ്റ്റാർട്ടിങ് സ്റ്റേജിലാവുമ്പോൾ ബേസിക്, ഇപ്പോൾ ഞാൻ എന്നും ടെന്നീസ് റാക്കറ്റ് പിടിച്ചുകൊണ്ടിരുന്നു, ഇന്നിപ്പോൾ എനിക്ക് ടെന്നീസ് റാക്കറ്റും കൂടി പിടിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഗ്രിപ്പിങ്ങിനും കൂടെ പ്രോബ്ലം, മൊബൈൽ പിടിക്കാൻ പറ്റില്ല. സോ ഈവൻ ദ ഗ്രിപ്പിംഗ് സെൻസേഷൻ, ഈവൻ ഇസ് ഡിഫിക്കൽട്ടി ഇൻ ഗ്രിപ്പിംഗ് ഒബ്ജക്ട്സ് എന്നാണ് നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന സിംറ്റം. ഓക്കെ, ആൻഡ് ഓൾസോ ദർ ഈസ് എ സെൻസേഷൻ ആസ് ഇഫ് എ സ്ട്രിങ് ഈസ് പുള്ളിങ് the wrist. അപ്പോൾ ഈ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരു സ്ട്രിങ് പിടിച്ച് വലിച്ചിരിക്കുന്ന പോലെ. സോ ദിസ് ഇസ് വെരി ഗുഡ് വിത്ത് പ്ലംബം മെറ്റാലിക്കം. ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് അതർ റെമഡീസ്, അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. ആൻഡ് ദെൻ നെക്സ്റ്റ് ഈസ് ടെന്നീസ് എൽബോ. അഗൈൻ വി നോ ടെന്നീസ് എൽബോ, റെസ്റ്റോക്സ്, നാട്രം സൾഫ്, ലാക്കസിസ്, ആർണിക, rhododendron. These are very good for tennis elbows.
പിന്നെ നെക്സ്റ്റ് നമ്മളുടെ ഷോൾഡറിലും ഫ്രോസൺ ഷോൾഡർ ഐ എം നോട്ട് ടോക്കിംഗ് ബിക്കോസ് വി ഓൾ നോ ഫ്രോസൺ ഷോൾഡർ ഹാസ് ഗോട്ട് അബ്സല്യൂട്ട് ബ്രില്യൻ റിസൾട്ട്സ് വിത്ത് ഹോമിയോപ്പത്തിക് റെമഡീസ് ആൻഡ് അക്രോമിയോ ക്ലാവിക്കുലർ സ്പ്രെയിൻ ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ വേദന. ഓക്കെ, ഇതും സെയിം ജിംനാസ്റ്റിക്സ് കളിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തായ്ക്കൊണ്ടു, എൻ്റെ മോനുണ്ട് തായ്ക്കൊണ്ടുവില് യു ഹാവ് ടു പഞ്ച്, ബോർഡ് കൊടുക്കും എന്നിട്ട് നമ്മൾ കുട്ടികളെ പഞ്ച് ചെയ്യണം. അപ്പം അങ്ങനെ ഫുൾ സ്പീഡിൽ പഞ്ചിങ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡാമേജ് ആണ് ഇവിടെ. ദർ ആർ മെനി റെമഡീസ് ദറ്റ് ക്യാൻ ബി യൂസ്, ബട്ട് സാങ്വിൻ ഏരിയ ഈസ് വെരി വെരി ഗുഡ്. അപ്പോൾ ഈ ഒരു ഡാമേജ് വന്നിട്ട് റൈറ്റ് ആം റൊട്ടേറ്റ് ചെയ്യാനേ പറ്റണില്ല. രാവിലെ എണീച്ച് മാച്ച് കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വേദന. സോ ഏർലി മോർണിംഗ് അഗ്രിവേഷൻ, ഡിഫിക്കൽട്ടി ടു റൊട്ടേറ്റ്. സാങ്വിൻ ഏരിയ ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ്. പിന്നെ ക്രോണിക് ടെൻഡനൈറ്റീസ് പറഞ്ഞിട്ടുണ്ടാവും, ഈ കയ്യിൽ ഒരു കഴുപ്പ് പോലെ ഒരു സ്പ്രെയിന് എന്ത് കാരണം എന്ന് അറിയില്ല. പക്ഷേ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്കറിയാം കുറേ വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യാൻ പരിപാടികൾ ചെയ്യുക. അതുപോലെ റോക്ക് ക്ലൈംബിങ് ചെയ്യുന്നത് അതിപ്പോൾ ഈ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. ഇതുപോലെ സമ്മർ ഹോളിഡേയ്സ് ഒക്കെ ആകുമ്പോൾ റോക്ക് ക്ലൈംബിങ്ങിന് പോകും. പിന്നെ കുട്ടികൾക്ക് പറഞ്ഞിട്ട് റോക്ക് ക്ലൈംബിങ്ങിൻ്റെ ഒരു സെൻറ്റർ ഉണ്ട്, അവിടെ പോയാൽ ആർട്ടിഫിഷ്യൽ റോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്, അവിടെ കുട്ടികൾ റോക്ക് ക്ലൈംബിങ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഒക്കെ വിഗ്രസ്ലി ചെയ്യുന്ന ആൾക്കാർക്ക് ടെൻഡനൈറ്റിസ്, ക്രോണിക് ടെൻഡനൈറ്റിസ് ഉണ്ടാകും കയ്യിൽ. Again, our usual remedies are very good, but sanicula is very, very characteristically indicated. കൈ ഒട്ടും പുറകിലോട്ടേക്ക് എടുക്കാൻ പറ്റില്ല. Putting the hands backwards is very, very difficult. Raising arm is very, very difficult. So that is sanicula. Okay. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ഓക്കെ, നെക്സ്റ്റ് മേജർ ഡാമേജ് ഈസ് കോസ്ഡ് ഇൻ ദ അല്ല കൈയിൻ്റെ കഴിഞ്ഞു. കൈയിൻ്റെ ഞാൻ എല്ലാം പറഞ്ഞു. ഫിംഗേഴ്സ് ആസ് യൂഷ്വൽ ആർണിക്ക, ഹൈപ്പറിക്കം, സിംഫൈറ്റം, വി ഓൾ നോ ദാറ്റ്. നെക്സ്റ്റ് ഈസ് ഷോൾഡർ. ഷോൾഡറിന് വേറെ നല്ല റെമഡീസ് ചെലിഡോണിയം ഇസ് വെരി വെരി ഗുഡ്. സ്പെഷ്യലി റൈറ്റ് സൈഡഡ് ഷോൾഡർ ഈസ് അഫക്റ്റഡ് ആൻഡ് അഗ്രവേറ്റഡ് ബൈ ലീസ്റ്റ് ടച്ച് ഈസ് വെരി വെരി പെയിൻഫുൾ, കനോട്ട് മൂവ് ആൻഡ് സ്റ്റിഫ്, മോർ റിജിഡ്. ഒരു ചെലിഡോണിയം ബ്രയോണിക്കും ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ബ്രയോണിയ പേഷ്യൻസ് വിൽ ഓൾസോ കം അപ്പ് വിത്ത് ദ സെയിം സ്റ്റിഫ് ഷോൾഡർ, അനക്കാൻ പറ്റില്ല. പക്ഷേ അവർക്ക് പേടിയാണ്, അയ്യോ ഡോക്ടറെ തൊടരുത്, ഇറ്റ് ഈസ് ഗോയിങ് ടു പെയിൻ, എനിക്ക് വേദനയ്ക്ക് നിങ്ങൾ തൊടരുത്. സോ ദർ ഇസ് എ ഫിയർ ഓഫ് പെയിൻ. സോ ദ പേഷ്യൻറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മൂവ് ദ ഷോൾഡേഴ്സ് ബിക്കോസ് ദർ ഇസ് എ ഫിയർ ഓഫ് പെയിൻ. ചെലിഡോണിയം വിൽ ഓൾസോ ഹാവ് ദ സെയിം പ്രസന്റേഷൻ. പക്ഷേ ചെലിഡോണിയത്തിൽ ഫിയർ അല്ല, ആക്ച്വലി അവർക്ക് അനക്കാൻ പറ്റില്ല. അപ്പം അവർക്ക് മനസ്സിന്റെ പേടിയല്ല. സോ ദർ ഈസ് നോ ഫിയർ ഓഫ് പെയിൻ, ബട്ട് ദർ ഈസ് എ ഡിഫിക്കൽട്ടി ഓഫ് മൂവ്മെന്റ്. ദ ജോയിന്റ് ഈസ് നോട്ട് ഗോയിങ് ടു മൂവ്. അപ്പം നമ്മൾ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ അനക്കാൻ നോക്കിയാൽ പറ്റില്ല. സോ ദാറ്റ് ഈസ് ചെലിഡോണിയം. ബ്രയോണിയ, more than the physical thing, it's emotional pain, emotional fear of pain. So that is Bryonium, Chelidonium. Sanguine area is very good for shoulder pain. Ferrum metallicum, Ruta, our routine remedies. ഇതൊക്കെ ഷോൾഡേഴ്സിന് പറ്റിയ നല്ല മരുന്നുകളാണ്. Okay, next we are going to talk about groin. Okay, groin injuries ഭയങ്കര കോമൺ ആണ്. സ്പെഷ്യലി ക്രിക്കറ്റ്, ഇതുപോലെ ബോഡി സ്പോർട്സ്, തായ്ക്കൊണ്ടു, കരാട്ടയിലൊക്കെ ആൺകുട്ടികൾക്ക് ഗ്രോയിൻ ഗാർഡ് ഉണ്ട്, ഗ്രോയിൻ ഗാർഡ് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ പല കുട്ടികളും ഇതുപോലെ, എൻ്റെ മോനും ഞാൻ പറയാം, കുട്ടികൾക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കളിക്കുന്ന സമയത്ത് അത് ഇടാനുള്ള ഒരു മടിയുണ്ട്. It's very hot, it is very uncomfortable, I don't want to wear. So it's our responsibility, if we have patients who are into body sports, into the physical activities wherein there is a high chances of getting affected, cricket we should encourage them. We should also explain our patients groin guard is very very compulsory. പക്ഷെ എന്നാലും ഗ്രോയിൻ ഗാർഡ് ഇട്ടാലും ഇഞ്ചുറീസ് വരാറുണ്ട്. അതുപോലെ ചില സ്പോർട്സ് ഗ്രോയിൻ ഗാർഡ് ഇടാറില്ല, എന്നാലും ഗ്രോയിൻ എഫക്റ്റ് ആവാറുണ്ട്. ഓക്കെ, സോ വിൽ ടോക്ക് അബൌട്ട് ഗ്രോയിൻ ഇഞ്ചുറീസ്. അതിൽ ഫീമെയിൽസിനും വരാറുണ്ട്. ഇതുപോലെ ഞാൻ പറഞ്ഞില്ല, മാർഷൽ ആർട്സിന്റെ കോമ്പറ്റീഷൻസിനൊക്കെ പോയാൽ റഫാണ്. ആ കോമ്പറ്റീഷന്റെ 3rd റൗണ്ട് ഇസ് വെരി റഫ്. 1.5 മിനിറ്റിന്റെ റൗണ്ടാണ്. തട്ട്, മുട്ട, ഇടിക്കുക, ചവിട്ട എല്ലാം ഒന്നിച്ചിട്ട് വരും. എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം എണിക്കുമ്പോഴാണ് പറയുക, ഇറ്റ്സ് വെരി പെയിനിങ്, മൈ ഗ്രോയിൻ ഏരിയ, മൈ ജെനൈറ്റൽ ഏരിയ ഇസ് വെരി സോർ, ഇറ്റ്സ് വെരി പെയിൻഫുൾ. അപ്പോൾ ഫീമെയിൽസിന് പറ്റിയ 2 റെമഡിയാണ് ഹാമമെല്ലസ് അല്ലെങ്കിൽ ബെലിസ്പർ. ഓക്കെ, അഗൈൻ സിംറ്റമാറ്റിക്കലി യു ക്യാൻ ഡിസൈഡ് വിച്ച് വൺ യു വാണ്ട്, ബട്ട് ഹാമമെല്ലസ് ഓർ ബെലിസ്പർ ഇസ് well indicated for females groin injury. Okay, now coming to males ന് കുറച്ചും കൂടെ അധികം റെമഡീസ് ഉണ്ട്, because we have lot more damages that can happen in the males. അപ്പോൾ I'm just enlisting, ഇപ്പം ഇത്രയും സമയം കിട്ടില്ല എല്ലാത്തിനെയും പറയാൻ. അപ്പോൾ യൂറിനറി പ്രോബ്ലംസ്, ഒരു മാച്ച് കഴിഞ്ഞു, ഹിസ്റ്ററി ഓഫ് ഗ്രോയിൻ കിക്ക്, യൂഷ്വലി കിക്ക് കിട്ടി, ബോൾ തട്ടി എന്നൊക്കെ ഉള്ള ഇഞ്ചുറീൻ്റെ ഒരു ഹിസ്റ്ററിന്നും കൂടി പറയുന്നു. പ്ലസ് യൂറിനറി കംപ്ലൈൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ബെർബെറീസ് ഇസ് എ വെരി ഗുഡ് റെമഡി.
അവിടെ ഗ്രോയിനിലേക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കാല് തൊടയുടെ ഇടയ്ക്കുള്ള ഏരിയ, ആ കാല്, തൈസ് അത് ഭയങ്കര വേദനയാണ്. സോ ഗ്രോയിൻ ഇഞ്ചുറി, നോട്ട് എവിഡൻറ്റ് ഡാമേജസ് ടു ദ ഗ്രോയിൻ, ബട്ട് ലെഗ്സ് ആർ പെയിനിങ്, തൈസ് ആർ പെയിനിങ്, ബ്രയന ഈസ് എ വെരി ഗുഡ് റെമഡി. പിന്നെ മെർക്ക് സൾഫ് ഈസ് എ വെരി ഗുഡ് റെമഡി. പിന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡീസ്, ഞാനിത് അച്ഛൻ കുറേ, ഞാൻ പറഞ്ഞില്ല അവിടെ കുറേ ഫൈറ്റിങ്ങും പിന്നെ പോലീസ് കേസ്, കബഡി എന്ന് പറഞ്ഞ ഒരു റഫായിട്ടുള്ള ഒരു ഗെയിമാണ്. അതും ഈ അവിടെ കളിക്കുന്ന പിള്ളേർ അന്നത്തെ കാലത്ത് അത്ര സ്ട്രീറ്റ് മാച്ച് ടൈപ്പാണ്, 2 കോളനീസും കൂടെയുള്ള മാച്ച്. അപ്പോൾ അങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്ന ടൈപ്പിൽ. അപ്പോൾ മാക്സിമം പേഷ്യൻസ് വെർ ഗിവൺ യുഫ്രേസിയ. സോ യുഫ്രേസിയ ഇസ് വെരി ഗുഡ്. നമ്മളുടെ സിംറ്റം എഴുതിയിരിക്കുന്ന റിട്രാക്ട് സ്പാസ്മോഡിക്കലി, ദ ബോൾസ് വിൽ റിട്രാക്ട് സ്പാസ്മോഡിക്കലി വിത്ത് ഫീലിംഗ് ഓഫ് പ്രഷർ, സോ പേഷ്യൻസ് പെട്ടെന്ന് വരും, അല്ലെങ്കിൽ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടും വരും. അവർ പറയുന്ന ക്ലാസിക് ആയിട്ട് പറയുന്ന ഒരു സിംറ്റമാണ്, മൂത്രം ഒഴിക്കുന്ന സ്ഥലത്ത് ജനൈറ്റൽ ഏരിയ ഹാസ് ഗോട്ട് ദിസ് ഹെവി സെൻസേഷൻ, സം കൈൻഡ് ഓഫ് ഹെവിനെസ് ഇസ് ദെയർ ഇൻ ദാറ്റ് ഏരിയ എന്ന് എടുത്ത് പറയും അവർ. അതിൻ്റെ കൂടെ ഇങ്ങനെ വലിഞ്ഞ പോലെ സ്പാസ്മോഡിക് പുൾ. സോ ദിസ് ഇസ് വെരി ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ഇൻ യുഫ്രേസിയ, ആൻഡ് യുഫ്രേസിയ ഡസ് വെരി മിറാക്കുലസ് റിസൾട്ട്സ് ഇൻ ഗ്രോയിൻ ഇഞ്ചുറീസ് ഫോർ മെയിൽ പേഷ്യൻസ്. ഓക്കെ, പിന്നെ നമ്മളുടെ യൂഷ്വൽ റോഡോഡെൻഡ്രോൺ ഹൈപ്പറിക്കം അതൊക്കെ ഉണ്ട്, അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, പിന്നെ ഗ്രോയിൻ ഇഞ്ചുറി ഒന്നും കാണില്ല, പക്ഷേ ഞാൻ പറഞ്ഞ, ഞാനും ഒരു ഡാൻസർ ആയിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പോൾ പല മാച്ച് ജിംനാസ്റ്റിക്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ജിംനാസ്റ്റിക്സ് കളിക്കുന്ന കുട്ടികൾക്ക് ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ വിഗറസ് എക്സസൈസ് ആണ്. ടു മച്ച് ഓഫ് ട്രെയിനിങ് ഇസ് ബിൻ ഡൺ. നമ്മളുടെ നാട്ടിൽ ഡാൻസേഴ്സും ചെയ്യാറുണ്ട്. ഒരു അരങ്ങേറ്റോ അല്ലെങ്കിൽ പെർഫോമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അബ്ഡക്ഷൻ, നമ്മളുടെ അബ്ഡക്ടർ ലോങ്കസ്റ്റ് മസിൽ ഉണ്ടല്ലോ ഗ്രോയിൻ്റെ അവിടെ ഉള്ളത്, അത് വലിഞ്ഞിട്ടുള്ള ഗ്രോയിൻ സ്ട്രെയിൻ വരും. അപ്പോൾ ആ സ്പോർട്സ് കളിച്ചു അല്ലെങ്കിൽ സ്പോർട്സ് കളിക്കാം, കോമ്പറ്റീഷൻ കളിക്കാൻ പോകണു എന്നുള്ള സമയത്ത് ഗ്രോയിൻ സ്ട്രെയിൻ വരുമ്പോൾ വി ക്യാൻ ഓൾവേസ് യൂസ് അവർ യൂഷ്വൽ റെമഡീസ്. ആർണിക്ക ആയിരിക്കാം, റൂട്ട, ഹൈപ്പറിക്കം, ഇതൊക്കെ കൊടുത്തു വെച്ചിരുന്ന ഡാമേജസ് കുറയും. അല്ലെങ്കിൽ പിന്നെ ഒരു സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു വേദന, ഒരു അൺഈസിനെസ് ആണ്. So there is no major injuries, but there is a strain to the abductor longus muscle there in the groin. So for groin strain, arnica ruta, Merck sulf and berberis, very, very good remedy. Okay. Okay. Sorry, is somebody talking? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. Okay, okay, fine. Okay, so going down, പിന്നെ നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ, എൻ്റെ ഒരു പേപ്പർ മിസ്സായിട്ടുണ്ട്, അത് ഞാൻ പിന്നെ അത് കിട്ടിയാൽ പറയാം. തൈസിനെ പറ്റിയിട്ടുള്ളതിന് ഇലിയോടീബൽ തൈസ് റിലേറ്റഡ് ആയിട്ടുള്ളത് എഴുതി വെച്ചോ, അത് കാണില്ലേ. ഓക്കെ, ഐ കം ബാക്ക് ടു ദാറ്റ്. പിന്നെ നെക്സ്റ്റ് നീസ് ഇഞ്ചുറി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. മിക്കവാറും എല്ലാം സ്പോർട്സിലും നല്ലപോലെ ഡാമേജ് ആവുന്ന ഒരു ഏരിയയാണ് നീസ്. സോ നമുക്ക് ടോൺ മെനിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ് ഉണ്ടാവും. അതിൻ്റെ നമ്മളുടെ മീഡിയൽ മെനിസ്കസിൽ ഒരു ചെറിയ ടയർ ഉണ്ടാവും. അത് ചെറിയ ഒരു ടയർ ആയിരിക്കാം, പക്ഷെ നല്ലപോലെ വേദനിക്കും. സോ യൂഷ്വൽ റെമഡീസ് നമ്മളുടെ ആർണിക്ക റൂട്ടയൊക്കെ കൊടുക്കാം. പക്ഷെ ഗ്വാക്കം, GUIACUM, ഗ്വാക്കം ഇസ് എ വെരി ഗുഡ് റെമഡി. കാല് നൂർത്താൻ പറ്റില്ല, എക്സ്റ്റൻഷൻ ഇസ് വെരി, വെരി പെയിൻഫുൾ. ചെറുതായിട്ടും കൂടെ ഒന്ന് തട്ടുക, മുട്ടുക, ജസ്റ്റ് ടച്ച് ചെയ്താലും ടെറിബിൾ പെയിൻ. സോ ടയർ മെനിസ്കസിന് പറ്റിയ നല്ലൊരു റെമഡിയാണ് ഗ്വാക്കം. ലൈക്കോപോഡിയം ഇസ് ഓൾസോ വെരി ഗുഡ് ഫോർ ടോൺ മെനിസ്കസ്. പിന്നെ നെക്സ്റ്റ് ഈസ് നീ ബർസൈറ്റിസ്. അഗെയിൻ നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുമ്പോഴേക്കും കുറേ പെയിൻ കില്ലേഴ്സും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒക്കെ കഴിച്ചിട്ടാണ് വരിക. പക്ഷെ ചില പേഷ്യൻസ് ഇതെല്ലാം കഴിച്ചു, മാറ്റമില്ല, മാത്രമല്ല സ്വെല്ലിംഗ് ഉണ്ട്, അപ്പോൾ അതും കൊണ്ടുവരും. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോന് ഇതുപോലെ ഒരു കോമ്പറ്റീഷൻ, ഏതോ ക്രിക്കറ്റോ ഫുട്ബോളോ ഏതോ ഒരു കോമ്പറ്റീഷന് പോയിട്ട് വന്നപ്പോൾ ഡാമേജസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യം കഴിഞ്ഞ ഉടനെ ഡാമേജസ് ഒന്നും പറഞ്ഞില്ല. കുറേ ദിവസം കഴിയുമ്പോൾ അമ്മ മൈ നീ ഈസ് പെയിനിൻ്റെ കൂടെ സ്വെല്ലിംഗ് ഉണ്ടെന്ന്. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നല്ല പഞ്ഞി പോലെ ഉണ്ട് സ്ഥലം. അത് പഞ്ഞി പോലെ എന്ന് പറഞ്ഞാൽ സ്പോഞ്ച് ലൈക്ക് സെൻസേഷൻ, സ്പോഞ്ച് ലൈക്ക് സ്വെല്ലിംഗ് അറൌണ്ട് ദ നീസ്. പ്ലസ് തൊട്ട വേദനയാണ്, പക്ഷെ പ്രഷർ നല്ലപോലെ 2 കൈ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രഷർ അമിലറേറ്റ്. സോ സ്ട്രിക്റ്റ പൾമോനാരെ, സ്ട്രിക്റ്റ is a very, very good remedy. Knee bursitis, wherein the knees feels very spongy and there are red spots. Okay, red spots aggravated by touch, aggravated by motion, but ameliorated by pressure. So stricta is very good for knee bursitis. അതിൻ്റെ കൂടെ ഇതുപോലെ
ഞാൻ പറഞ്ഞല്ലോ ചില പേഷ്യൻസ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരും, ചില പേഷ്യൻസ് ഇഞ്ചുറി കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ ഇത് നീ മാത്രം, നീ ബർസൈറ്റിസ് ഇസ് നോട്ട് ജസ്റ്റ് സ്പോർട്സ്. എൻ്റെ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വീട്ടുപണി ചെയ്യുന്ന ലേഡീസ് ഉണ്ടാവും, മുട്ട് കുത്തിയിട്ട് തറയൊക്കെ തുടച്ചിട്ടുള്ളത്. സോ ബറൈറ്റ കാർബ് ഈസ് എ വെരി ഗുഡ് റെമഡി. നാട്രം മ്യൂർ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഹൗസ് മെയ്ഡ്സ് നീ എന്നാണ് പറയുന്നത്. അപ്പം ഹൗസ് മെയ്ഡ് നീന്ന് നാട്രം മ്യൂർ ഈസ് വെരി ഗുഡ്. ബറൈറ്റ കാർബ് ഈസ് ഓൾസോ വെരി ഗുഡ്. ബറൈറ്റ കാർബ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ അടുക്കള പണി ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു, വേറെ അസുഖത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അച്ഛൻ ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്ത് നോക്കിയപ്പോൾ ബറൈറ്റ കാർബ് ലോ പൊട്ടൻസിയിൽ നേരത്തെ കുട്ടി കൊടുത്തു. സോ അച്ഛൻ ഹാസ് എക്സ്പ്ലെയിൻ ദാറ്റ് if you want to prevent the development of knee bursitis, baraita carb if given in the initial stages is really going to be very helpful. Okay. Okay, that is about knee bursitis. Next, runner's knee. Runner's knee is very, very common. ഇപ്പോൾ ഈ ഇടയായിട്ട് തുടങ്ങിയ ഒരു പുതിയ ഒരു ട്രെൻഡാണ് മാരത്തോൺ. മാരത്തോണിലൊക്കെ ഓടാൻ വേണ്ടി പല പേരും, പെണ്ണുങ്ങളും ആണുങ്ങളും പ്രായമൊന്നും നോക്കില്ല, എവ്രിബഡി ഈസ് റണ്ണിങ് ഫോർ മാരത്തോൺ. അതുപോലെ വീടുകളിലൊക്കെ ത്രെഡ്മിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്പ്രിൻറ്റിങ്, ഫുൾ ഹൈ സ്പീഡിൽ മെഷീൻ ഇട്ടിട്ട് ഓൺ ചെയ്തിട്ട് ഓടിക്കൊണ്ടിരിക്കുക. സോ സ്പ്രിൻറ്റിങ്. സോ പട്ടേല ഫീമോറൽ ആയിട്ടുള്ള ഒരു ഏരിയ, ദാറ്റ് ഏരിയ വേർ പട്ടേല ഫീമോറൽ ജോയിന്റ് ഇസ് ദർ. സോ ദാറ്റ് ഇസ് നോൺ ആസ് റണ്ണേഴ്സ് നീ. അപ്പോൾ റണ്ണേഴ്സ് നീക്കും നമ്മളുടെ പറ്റിയ മരുന്നുകൾ നമ്മളുടെ യൂഷ്വൽ ബ്രയോണിയ, ആർണിക്ക, റെസ്റ്റോക്സ് ഒക്കെ കൊടുക്കാം. പക്ഷേ സിങ്കം മെറ്റാലിക്കം ഇസ് വെരി വെരി ബെനിഫിഷ്യൽ. അപ്പോൾ സിങ്കം മെറ്റാലിക്കത്തിൽ ഒരു ടൈറ്റ് ഫീലിംഗ് മാത്രമല്ല, ഒരു നീസ് ഒരു കുറച്ച് നേരമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ഓട്ടം, പിന്നെ വേദനിക്കാൻ തുടങ്ങും. അതുപോലെ ചെലിഡോണിയം ഈസ് ഓൾസോ വെരി ഗുഡ് ഫോർ റണ്ണേഴ്സ് നീ. നെക്സ്റ്റ് ഈസ് അഗെയിൻ സൈക്ലിംഗ്. അത് സൈക്ലിംഗ് പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഒരുപാട് കുറേയൊക്കെ പേഷ്യൻസ് സൈക്ലിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നതാണ് സ്റ്റിക്ട പൾമനാരെ. ടു മച്ച് ബെസ്റ്റ് ബെനിഫിറ്റ്സ് ആർ ബീൻ ഗിവൻ. അതിൽ ഇലിയോടീബിയൽ ബാൻഡ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അതിൽ ഈ എന്താ പറയുക, the lateral side of the thighs ഒരു വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ സൈക്ലിസ്റ്റിന്റെ അവർ വരുന്ന സിംറ്റം എന്താ പറയുക, സൈക്ലിംഗ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, തുടങ്ങുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ്, ചിലർ പറയും 20 മിനിറ്റ് ഓടിയാൽ തുടങ്ങും, 10 കിലോമീറ്റർ ഓടിയാൽ എൻ്റെ വേദന തുടങ്ങും. വേദന എന്ന് പറയുന്നത് there is this tightness and there is burning pain on the lateral aspect of your knees. അപ്പോൾ അതാണ് ഇലിയോടീബിയൽ ബാൻഡ് സിൻഡ്രോം. സോ ഓഫ് കോഴ്സ് നമ്മളുടെ റെസ്റ്റോക്സ്, കാൽക്കേരിയ ഫ്ലോർ ഈസ് വെരി ഗുഡ്, ബട്ട് സ്റ്റിക്ട പൾമനറി ഈസ് വെരി വെരി സക്സസ്ഫുൾ ഇൻ ദാറ്റ്. ഓക്കെ, സോ ഐ ഹാവ് ഫിനിഷ്ഡ് ബോത്ത് ദാറ്റ്. പിന്നെ തുടക്കെ പറ്റിയ ഒരു പരിപാടിയാണ് ഷിൻ സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ തായ്ക്കൊണ്ടോ, കരാട്ടെ, കിക്ക് ബോക്സിങ്, മാർഷ്യൽ ആർട്സ് മിക്കവാറും ചെയ്യുന്നതിൽ കാലിൽ ചവിട്ടും. ആ കോമ്പറ്റീഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റൗണ്ട് റഫാണ്. അപ്പോൾ അതിൽ ചവിട്ടുന്നത് ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ സ്പാറിംഗ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റൗണ്ട് ഉണ്ട് ലാസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിൽ മിക്കവാറും ഡാമേജ് ആവുന്നത് ചവിട്ട് തട്ടിയിട്ട് സ്പ്ലാഷ്, ദാറ്റ് ഈസ് ഷിൻ സ്പ്ലാഷ്. ഷിൻ സ്പ്ലാഷ് അഗെയിൻ ഹാസ് ഗോട്ട് ദ ബെസ്റ്റ് റെമഡീസ്. ആർസനിക് അല്ല നമ്മളുടെ ആർണിക്ക, റൂട്ട ഒക്കെ നമുക്ക് കൊടുക്കാം. പക്ഷെ അഗാരിക്കസ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ. എൻ്റെ മക്കളെ എന്നും ഷിൻ സ്പ്ലാഷ് കൊണ്ടുവന്ന അധികം വേദനയൊന്നുമില്ല, കാണുമ്പോൾ നമുക്കൊന്നുമില്ല, ദർ ഇസ് നത്തിങ് വിസിബിൾ ചേഞ്ചസ്, ബട്ട് ഒരു നീഡിൽ കുത്തുന്ന പോലെ, നീഡിൽ ലൈക്ക് സെൻസേഷൻ ആൻഡ് ദർ ഇസ് നെർവസ് ട്വിച്ചിങ്. അപ്പോൾ എൻ്റെ മുമ്പ് പല പ്രാവശ്യം ചെറുപ്പത്തിൽ ഒന്ന് പറയും, അമ്മ എന്തോ അവിടെ ഇളകിക്കൊണ്ടിരിക്കണം, ഐ ക്യാൻ ഫീൽ സംതിങ് ഇസ് മൂവിങ്. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ദ നെർവസ് ട്വിച്ചിങ് ആൻഡ് നീഡിൽ ലൈക്ക് സെൻസേഷൻ. സോ അഗാരിക്കസ് ഇസ് ഗിവിംഗ് ബ്രില്യൻ റിസൾട്ട്സ് ഇൻ ഷിൻ സ്പ്ലാഷ്. പിന്നെ നെക്സ്റ്റ് ടീബിയ എഫക്റ്റ് ആയ ഞാൻ പറഞ്ഞ ജിംനാസ്റ്റിക്സിനൊക്കെ കാലുകൊണ്ടുള്ള പല കാര്യങ്ങളും മെയിൻലി കാലുകൊണ്ടാണ്. അപ്പോൾ എഗെയിൻ വി ഹാവ് ദ ബെസ്റ്റ് റെമഡീസ്, ബട്ട് നൈട്രിക് ആസിഡ് ഈസ് വെരി വെരി യൂസ്ഫുൾ. ഇഫ് ദ സ്പാറിംഗ് ജിംനാസ്റ്റിക്സ് കുട്ടികൾക്കൊക്കെ ടീബിയ എഫക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ നൈട്രിക് ആസിഡ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡീസ്. ഓക്കെ, സമയമായോ? ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾക്ക് താഴെ കാലിൻ്റെ അടിയിൽ അക്യുലസ് ടെൻഡിനൈറ്റിസ് എന്ന് പറഞ്ഞിട്ട്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അക്യുലസ് ടെൻഡിനൈറ്റിസ് എഗെയിൻ വി ക്യാൻ അധികം കാണാൻ കിട്ടിയിരിക്കുന്ന, ഞാൻ പറഞ്ഞില്ല പണ്ട് അച്ഛൻ്റെ കാലത്തൊക്കെ അച്ഛൻ യൂസ് ചെയ്യുന്നത് സീപ്പിയ ആൻഡ് സിങ്കം മെറ്റാലിക്കം. അതും സ്പോർട്സ് മാത്രമല്ല, ഫിസിക്കൽ എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആർക്കാണെങ്കിലും അക്യുലസ് ടെൻഡിനൈറ്റിസ് വരാം. പോലീസുകാരെ വരായിരുന്നു ഇതുപോലെ അക്യുലസ് ടെൻഡിനൈറ്റിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് സീപ്പിയ ആൻഡ് സിങ്കം ഈസ് വെരി വെരി ബെനിഫിഷ്യൽ. പിന്നെ നെക്സ്റ്റ് ഈസ് ആങ്കിൾസ് ഈസ് വെരി വെരി കോമൺ. മോസ്റ്റ് ഓഫ് ദ sports, any kind of sports if you take, ankles is the most commonly affected. Patella
നെക്സ്റ്റ് ആങ്കിൾ. ഇത് മിക്കവാറും എല്ലാ സ്പോർട്സിലും വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ദർ ആർ മെനി റെമഡീസ്. ഇതൊക്കെ ക്രോണിക് കേസസ് ആയി വരുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വി ഹാവ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. വീക്ക് ആങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കളിച്ച പഴയ സ്പോർട്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഓൾഡ് സ്പോർട്സ്മെൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പോലീസിലും മിലിറ്ററിയിലും ജോലി ചെയ്ത ആൾക്കാർ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ അതുപോലെ ഡാൻസ് ടീച്ചേഴ്സ് പണ്ടൊക്കെ നല്ലപോലെ ഡാൻസ് ചെയ്തു, ഇന്നിപ്പോൾ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ the ankles have become very weak. അപ്പോൾ നമുക്ക് നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അത് ശരിയാവും. ബട്ട് അഗെയിൻ calcaria carb, natrum carb, nitric acid, carbo animalis is very good for weak ankles. Okay. ചെലിഡോണിയം അഗെയിൻ നമുക്ക് കുറേയൊക്കെ ചെലിഡോണിയം കോസ്റ്റിക്കം ഒക്കെ പറയുന്ന റെമഡീസ് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രാക്ചർ നടന്നു, അല്ലെങ്കിൽ ആങ്കിൾസ് എവിടെയാണെങ്കിലും ശരി ഒരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു, ഫ്രാക്ചറിന് വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു കുറച്ച് കാലമായി, എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, സ്വെല്ലിംഗ് ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, ഒരു പേടി തോന്നും നടക്കാൻ. അപ്പോൾ അതിനൊക്കെ കോസ്റ്റിക്കം ഈസ് എ വെരി ഗുഡ് റെമഡി. ആൻഡ് ഈവൻ ചെലിഡോണിയം, ഇഫ് യു ലുക്ക് ഇൻ ടു ദ സിംറ്റമാറ്റിക് പ്രിസ്ക്രിപ്ഷൻ, ചെലിഡോണിയം ഈസ് ഓൾസോ ഗോയിങ് ടു ഹെൽപ്പ് യു. ഓക്കെ. അഗെയിൻ സ്പെസിഫിക് ആങ്കിൾ ഇഞ്ചുറി ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന ഒരു ഇഞ്ചുറി ആണ്, ആങ്കിളാണ്, നല്ലപോലെ ഡാമേജ് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ we have strontium carb, one of the best remedies along with other ones. Completely അവർക്ക് വലിയ ഡാമേജ് എക്സ്റേ നോക്കിയ ആങ്കിളിൽ ഡാമേജ് ഒന്നുമില്ല, പക്ഷേ strontium carb patients feels that the whole leg, the whole ankle area is paralyzed. അപ്പോൾ പാരലൈസ് മാത്രമല്ല സ്വെല്ലിംഗ് ഉണ്ടാവും, പക്ഷെ അവർക്ക് മനസ്സിൻ്റെ അകത്താണ് ഒന്നും കൂടെ പേടി, എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ സ്പാസംസ് വരുമോ, വീഴുമോ, നടക്കാൻ പറ്റില്ല എനിക്ക്. സോ they feel immobile. It is not that they are actually immobile because of a fracture or a major damage, but they feel they are immobile, they feel they have been paralyzed. Okay, so that is strontium carb. Again, phytolacca is another very good remedy. Ankle neuralgic pain ഉണ്ടാവും, കാലിലോട്ടേക്ക് മേലോട്ടേക്ക് കയറി പോണ neuralgic pain, phytolacca is a very good remedy. Okay. That is ankle. Going down, any toe injury again very 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 common. ടോസിൽ ഞാൻ പറഞ്ഞില്ലേ മാർഷൽ ആർട്സിലാണ് അധികം ടോ ഇഞ്ചുറി വരാറുള്ളത്. മാർഷൽ ആർട്സിൽ ചെരുപ്പിടാണ്ടാണ് കുട്ടികൾ കരാട്ടയും തായ്ക്കൊണ്ടോ ഒക്കെ മാച്ച് കളിക്കുന്നത്. ഷൂസ് ഇടില്ല, ബെയർ ഫീറ്റാണ്. പക്ഷേ ഫീറ്റ് ഗാർഡ് ഉണ്ട്. ഫീറ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്രാപ്പാണത്, പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒരു ഷൂ കൊടുക്കുന്നുള്ള പ്രൊട്ടക്ഷൻ തായ്ക്കൊണ്ടോനോ കരാട്ടയ്ക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ കിക്കിങ്ങും ഉണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് എടുത്ത് പറയുന്നത് നഖമൊക്കെ വെട്ടിയിരിക്കണം, കാരണം നഖം വെട്ടുന്നത് നമുക്കും ഡാമേജ് അവർക്കും ഡാമേജ്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഇഞ്ചുറി ദാറ്റ് ഹാപ്പൻസ് ഇൻ ബോഡി സ്പോർട്സ് ഈസ് സബംഗ്വൽ ഹിമാറ്റോമ. സബംഗ്വൽ ഹിമാറ്റോമ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ടോണിൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ബ്ലാക്ക് ടോണിൽ. ഇപ്പം നമ്മളുടെ നാട്ടിലൊക്കെ കാലിൽ ഒരു കല്ല് വീണാലും ചതിഞ്ഞ ഒരു ബ്ലാക്കിഷ് കളറിൽ, ദാറ്റ് ഈസ് എ വൺ, ബട്ട് ദാറ്റ് ഹാപ്പൻസ് വെരി കോമൺലി ഇൻ ബോഡി സ്പോർട്സ്. സോ അഗെയിൻ വി ഹാവ് അവർ റൂട്ടീൻ. ഹൈപ്പറിക്കം ആർണിക്കം ഒക്കെ നല്ല ബെസ്റ്റാണ്. ചില കേസസിൽ സിലിക്ക ചില കേസസിൽ കൊടുക്കും, കാരണം ഇത് ഹിമാറ്റോമ നടന്നിട്ട് കുറച്ച് കാലമായി, എന്നാലും ഒരു ഇൻഫെക്ഷൻ പോലെ, ഒരു പഴുപ്പ് പോലെ, ഒരു നാറ്റമുണ്ട്, ഒന്നുമില്ലെങ്കിൽ ഒരു നാറ്റം ഉണ്ടെന്നൊക്കെ പറയുന്നതിൽ സിലിക്ക ഈസ് എ വെരി ഗുഡ് റെമഡി. അതർവൈസ് അവർ ബെസ്റ്റ് റെമഡീസ്, യൂഷ്വൽ റെമഡീസ് ആർ വെരി ഗുഡ് ഫോർ ദാറ്റ്. ഓക്കെ, സോ ദാറ്റ് വാസ് ഫോർ ദ ടോസ്. പിന്നെ കാലിൻ്റെ താഴെ അടിയിൽ ഹാലക്സ് റിജിഡസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിഗ് ടോനെയിൽ, തള്ളവിരലല്ലേ പറയാ, ആണോ? ആയിരിക്കാം, എനിക്കറിയില്ല. സോ ദ ബിഗ് ടോനെയിലിൻ്റെ താഴെ നീര് വരും, നല്ല നീരുണ്ടാവും, നല്ല വേദനയുണ്ടാവും, നല്ല വേദനയും നീരൊക്കെ ഉണ്ടാവും. എഗെയിൻ മോസ്റ്റ് പ്രോബബ്ലി ഈ റണ്ണിങ്ങിന് പോണ ആൾക്കാർ ശരിയല്ലാത്ത ഷൂസ് ഇടുക, അല്ലെങ്കിൽ മൗണ്ടൻ ക്ലൈംബിങ്ങിന് പോണത്, പിന്നെ ബോഡി സ്പോർട്സിന് പോയാലും ഹാലക്സ് റിജിഡസ്, ബിഗ് ടോനെയിലിൻ്റെ സ്റ്റിഫ്നെസ് ആൻഡ് ജോയിന്റ് പെയിൻ under the big toenail. So Lidempal is one of the best remedies. Okay. Pinna plantar fasciitis, we all know we have rhododendron, rustox, ruta, zincum metallicum for plantar fasciitis. Okay, so this is head to toe. ഞാൻ ഹെഡ് ടു ടോ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രാക്ചേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, ഫ്രാക്ചേഴ്സ് ഒന്നും നമ്മളുടെ അടുത്ത് അത്ര വരാറില്ല. എന്നാലും ഒരു കേസ് ഇപ്പോൾ നമ്മൾ കൺമുമ്പിൽ തട്ടാമുട്ട് വീഴ്ചയുണ്ട്, ഡോക്ടറിൻ്റെ അടുത്ത് പോണ മുമ്പ് എൻ്റെ അടുത്ത് അച്ഛൻ എന്നും പറയാറുള്ളത്, ഏതൊരു പേഷ്യൻ്റ് വന്നാലും വെറും കൈ വിടരുത്, ഒരു ഫസ്റ്റ് എയ്ഡ് എമർജൻസി എങ്കിലും കൊടുത്തിട്ട്, അത് എന്ത് സിറ്റുവേഷൻ, മയങ്ങി വീഴുകയാണോ, തട്ടിമുട്ടിയിട്ട് വീഴുകയാണോ, അല്ലെങ്കിൽ ലോ BP ആണോ, യു ക്യാൻ സെൻഡ് ഹിം ടു ദ ഹോസ്പിറ്റൽ, ബട്ട് ഓൾവേസ് ഗീവ് സം റെമഡി, അവിടെ എത്തണ വരെ. അപ്പോൾ അതുപോലെ നമുക്ക് സ്പോർട്ട് ഇഞ്ചുറി എന്ന് പറഞ്ഞ് വരുന്നത് ബെസ്റ്റ് ആൻഡ് ഓൾവേസ് നെസസറി ആർണിക്ക
അല്ലെങ്കിൽ അക്കോനൈറ്റ്. അക്കോനൈറ്റ് വീഴ്ചയ്ക്കൊക്കെ നല്ലതാണ്. എന്ത് വീണ് ഇപ്പോൾ ഹോഴ്സിന് താഴെ വീണു എന്നൊക്കെ പറഞ്ഞിട്ട് പേഷ്യൻസ് വരിക, അവിടെ ഇല്ല ഇവിടെ ഉണ്ട്. ഇവിടെ ഹോഴ്സ് റൈഡിങ് ഇസ് വെരി കോമൺ. കുട്ടികൾ സ്കൂളിലും പഠിക്കാറുണ്ട്, അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഹോഴ്സ് റൈഡിങ് വീണു എന്നൊക്കെ ഭയങ്കര. അപ്പോൾ ഹോഴ്സ് റൈഡിങ് വീണതിൽ ആർണിക്ക മാത്രമല്ല അക്കോനൈറ്റ്. ഒബ്വിയസ്ലി വി ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് അക്കോനൈറ്റ് ഈസ്, ബട്ട് always send the patient with aconite or arnica. പിന്നെ ബോണിൻ്റെ ഇതുപോലെ ഫ്രാക്ചർ ഡിറ്റക്ട് ആയിട്ടുണ്ട്, സ്പ്ലിൻറ്റർ ആണ്, അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അഥവാ നമ്മൾ അറിയുന്നു, നമ്മളുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ സിംഫൈറ്റം ഈസ് വെരി വെരി ഗുഡ്. ഇന്റർണൽ ഹീലിംഗിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സിംഫൈറ്റം. പിന്നെ ഫൈറ്റോലേക്ക കൊടുക്കാം. അതൊക്കെ കുട്ടിയുടെ ഫ്രാക്ചറിലെല്ലാം ബാൻഡേജ് ഒക്കെ ഇച്ചിട്ട് നടക്കണ എല്ലാ മരുന്നുകളും കഴിച്ചുകൊണ്ടിരിക്കുന്നാലും ന്യൂറാൾജിക് പെയിൻ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ഫൈറ്റോലേക്ക ഇസ് എ വെരി ഗുഡ് റെമഡി. ദെൻ അഗൈൻ ബ്രയോണിയ, വി ഓൾ നോ ബ്രയോണിയ, റെസ്റ്റോക്സ്, ഇതിൻ്റെയൊക്കെ ഇൻഡിക്കേഷൻസ് നമുക്കറിയാം. അപ്പോൾ ഇത് ഫ്രാക്ചറിന് പറ്റിയ റെമഡീസ് ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയും, സെക്കൻഡ് സ്റ്റേജ് ഫ്രാക്ചർ. അതുപോലെ അച്ഛൻ കുറേ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതുപോലെ പോലീസുകാർ റിട്ടയർ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കാരണം സസ്പെൻഡ് ചെയ്തു. അതുപോലെ സ്ത്രീകൾ ഇവിടെയുണ്ട്. സ്ത്രീകൾ സ്പോർട്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. പ്രഗ്നൻസി കാരണം അല്ലെങ്കിൽ പിന്നെ ഡെലിവറി കാരണം വല്ല വേറെ വല്ല അസുഖം കാരണം കുറേ കാലം സ്പോർട്സ് കളിച്ചിട്ടില്ല. ആൻഡ് ദെൻ ദേ ആർ ഗോയിങ് ബാക്ക്. വെൻ ദേ ആർ ഗോയിങ് ബാക്ക് ടു പ്ലേ സ്പോർട്സ്, അപ്പോൾ ദർ ആർ ഹൈ ചാൻസസ് ഓഫ് ഫ്രാക്ചർ. അതിന് സ്ട്രെസ് ഫ്രാക്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ യൂഷ്വലി ഇങ്ങനെ ലേ ഓഫ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ദിസ് സ്ട്രെസ് ഫ്രാക്ചർ. അപ്പോൾ എഗെയിൻ സ്ട്രെസ് ഫ്രാക്ചേഴ്സിന് പറ്റിയ മരുന്നുകൾ തന്നെയാണ് നമ്മളുടെ ഈ കയ്യിലുള്ള റെസ്റ്റോക്സും ബ്രയോണിയും ഒക്കെ. അപ്പം നമുക്ക് ഈ ഇങ്ങനത്തെ ഓരോന്ന് സിറ്റുവേഷൻസും നോക്കിയിട്ട് ലോ പൊട്ടൻസിയിൽ മരുന്നുകൾ കൊടുത്താൽ വി ആർ ഡെഫിനറ്റ്ലി ഗെറ്റിംഗ് ബ്രില്യൻറ്റ് റിസൾട്ട്സ്. സോ സ്പോർട്സ് ഇഞ്ചുറി ഹാസ് ഗോട്ട് അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് എഫക്ട് വിത്ത് ഹോമിയോപ്പത്തിക് മെഡിക്കേഷൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മൾ അറിഞ്ഞിട്ടും കാര്യമില്ലല്ലോ, നമ്മളുടെ ചുറ്റുമുള്ള പേഷ്യൻസും കൂടി അറിഞ്ഞിരിക്കണം. മാത്രമല്ല സ്പോർട്സ് മെഡിസിൻ എന്ന് പറഞ്ഞൊരു ഫാക്കൽറ്റി, എക്സ്ക്ലൂസീവ് ഫാക്കൽറ്റി ഉള്ളതുകൊണ്ട് ഐ തിങ്ക് വി ആർ നോട്ട് ഏബിൾ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ കുറേ സ്പോർട്സ് മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ബിക്കോസ് ഐ കനോട്ട് ഹെൽപ്പ് എനിത്തിങ് അതർ ദൻ വാച്ചിങ്. സോ ദിസ് വാസ് എ വെരി ക്വിക്ക് റീക്യാപ്പ് ഓഫ് ഓൾ ദ എസെൻഷ്യൽ റെമഡീസ് വിച്ച് ഐ ഹാവ് ലേൺഡ് ഇൻ മൈ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും കുറച്ച് എവിടെയെങ്കിലും ഇങ്ങനെയെങ്കിലും ഹെൽപ്പ് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഐ എൻഡ് മൈ ടോക്ക്. താങ്ക് യു വെരി മച്ച്. ഐ ഹോപ്പ് ഐ ഹാവ് ഫിനിഷ്ഡ് ഓൺ ടൈം. സമയമുണ്ടോ? ഉണ്ടല്ലേ? ഓക്കെ, ശരി. താങ്ക് യു വെരി മച്ച്. ഐ ഫിനിഷ് മൈ ടോക്ക് ഹിയർ. ഓക്കെ ഡോക്ടറെ, വളരെ സന്തോഷം. ഇനിയും 10 മിനിറ്റ് കൂടുതലുണ്ട്. ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ മറന്നു. ഫീറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഹീല് നല്ലപോലെ കുതിവേദന. ഞാൻ പറഞ്ഞു ജിംനാസ്റ്റിക്സിനൊക്കെ പെർഫോമൻസ് ചെയ്തിട്ട് ചാടണം, പോൾ ഉണ്ടാവും, ചാടണം. ആ ചാടണതിലാണ് കുട്ടിയുടെ ടാലൻറ്റ്. യു ഹാവ് ടു ലാൻഡ് ഇൻ എ പ്രോപ്പർ പൊസിഷൻ ആൻഡ് യു ഹാവ് ടു ഗോ അഹെഡ് വിത്ത് ദ നെക്സ്റ്റ് മൂവ്മെൻറ്റ്. അതുപോലെ സ്വിമ്മിങ്ങിലൊക്കെ പോളുന്ന ചാടുക, അതുപോലെ ചാടുന്ന കുട്ടികൾ സ്പോർട്സിൽ അഫ്കോഴ്സ് ബാസ്കറ്റ് ഫുട്ബോള്, സോക്കർ, ഇതിലൊക്കെ ചാട്ടമുണ്ട്. അതിൽ ഹീൽ ഡാമേജ് വരാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഹീൽ ഡാമേജസ് കാണും. അപ്പോൾ അഫ്കോഴ്സ് നമ്മളുടെ വേറെ കുറേ മരുന്നുകളുണ്ട്. പക്ഷേ ബാഡിയേഗ, BADIAGA, ബാഡിയേഗ ഇസ് എ വെരി ഗുഡ് റെമഡി. ഹീൽസ് മാത്രം വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ബാഡിയേഗ ഇസ് എ വെരി ഗുഡ് റെമഡി. പിന്നെ കാലിൻ്റെ കുതിയിൽ തന്നെ വേദനയുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബോണി സ്പേർട്സ്, ഇതൊക്കെ നമുക്ക് അറിയുന്നത് തന്നെ. ഹെക്ല ലാവയുണ്ട്, കാൽക്കേരിയൽ സ്പേർ ഉണ്ട്, ലെഡം പാൽ, ഇതൊക്കെ ഫീറ്റിന് സോളിൽ പറ്റിയ പാത്തോളജിക്ക് നല്ല റെമഡിയാണ്. ഐ തിങ്ക് ഐ ഹാവ് ഫിനിഷ്ഡ് എവറിത്തിങ്. ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. ഓക്കെ, വളരെ സന്തോഷം പത്മപ്രിയ ഡോക്ടറെ. എന്തായാലും സ്പോർട്സ് മെഡിസിന്റെ ഏകദേശം തല തൊട്ട് പാദം വരെ ഡോക്ടർ കവർ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇനി വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്തായാലും ഇനി ഈ ഡോക്ടർ പറഞ്ഞതിൽ എന്തെങ്കിലും അഡീഷൻസോ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് ഹാൻഡ് റൈസ് ചെയ്യുക. ഓരോരുത്തരായിട്ട് വന്നാൽ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ പറയാം. ഓക്കെ, ഡോക്ടർ ബിന്ദുരാജ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. നമസ്കാരം ഡോക്ടറെ, വളരെ നല്ല സെഷൻ ആയിരുന്നു.
വളരെ താങ്ക് യു. ഞാൻ ഞാൻ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു. എന്താ ഡോക്ടർ ഇത്രയും കൂടുതൽ അതിനകത്ത് എന്തൊക്കെയായിരിക്കും പറയുന്നത്? കാരണം നമ്മൾ പറയുമ്പോൾ ആർണിക്ക, റൂട്ട, ബെലിസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു 4-5 മരുന്ന് കഴിയുമ്പോൾ കഴിഞ്ഞു പോകുമല്ലോ. അപ്പൊ ഡോക്ടർ അത് എങ്ങനെയായിരിക്കും അത് പറയുന്നത് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ക്രിട്ടിക്കൽ ആംഗിളിലാണ് സത്യത്തിൽ ആദ്യം ഇരുന്നത്. പക്ഷെ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. അപ്പം ഡോക്ടർ അതിനകത്ത് കോൺട്രോമലേഷ്യ പറ്റല്ല പറഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല. ഞാനത് വിട്ടുപോയതാണെന്നോ കേൾക്കാൻ വിട്ടതാണോന്ന് അറിയില്ല. അതായത് നമ്മളുടെ പിന്നെ പാറ്റലയുടെ തൊട്ട് താഴെയുള്ള കാർട്ടിലേജ് തേയ്മാനം വരുന്ന റണ്ണേഴ്സ് നീ ആണ് ശരിക്കും. ഡോക്ടർ റണ്ണേഴ്സ് നീ പറഞ്ഞു. റണ്ണേഴ്സ് നീ കവർ ചെയ്തല്ലോ, ആ പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്തൊരു വേരിയന്റ്, ഞാനൊരു മാരത്തോണറും കൂടെ ആണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു വേരിയന്റ് പറയുകയാണേ. അപ്പോൾ ഇത് ശരിക്കും ഒരു റണ്ണേഴ്സ് നീ എന്ന് പറയുന്നത് കോൺട്രോമലേഷ്യ പാറ്റല എന്ന് പറയുന്നതിന് പുറമേ തന്നെ ഒരു പാറ്റലോ ഫിമറൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് സിനിമ നീ എന്ന് പറയും. നമുക്ക് കാല് മടക്കിയിട്ട് കൂടുതൽ തന്നെ സിനിമ കാണാൻ പറ്റില്ല. അപ്പം ഞാനൊരു മാരത്തോൺ ആയതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഒരു നല്ല പ്രശ്നമാണത്. അത് എനിക്കൊരു സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കുറേ നേരം മുട്ടുമടക്കി ഇരിക്കാൻ പറ്റില്ല. പെയിൻ വരും കുറച്ച് നേരം ഇരിക്കുമ്പോൾ. അത് റണ്ണേഴ്സിനെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന് എന്ത് മെഡിസിൻ ആയിരിക്കുമെന്ന് ഡോക്ടർ പതിയെ ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് അടുത്ത സെഷനെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. കാരണം അത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഞാൻ 1-2 സ്വയം ഉള്ള ചികിത്സയാവുന്നതായിരിക്കാം. എനിക്ക് അത്ര ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല. റെസ്റ്റോക്സ് മാർണിക്കയൊക്കെ ഞാൻ നോക്കി. പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. പക്ഷേ ബാക്കി പല കാര്യങ്ങൾക്കും നമുക്ക് വളരെ ക്വിക്കായിട്ടുള്ള റിസൾട്ട്സ് കൂട്ടുകാർക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പറ്റാറുണ്ട്. സൈക്ലിംഗ് ഇൻതൂസിയാസ്റ്റും കൊണ്ടാണ് ഞാൻ പറയാം. അല്ല എനിക്ക് മനസ്സിലായി, നിങ്ങൾ എന്താ പറഞ്ഞത് മനസ്സിലായി. പക്ഷെ അതാ ഞാൻ പറയണത്, നമ്മളുടെ ഇഞ്ചുറിക്ക് ഇപ്പൊ നിങ്ങളുടെ കേസ് തന്നെ പറഞ്ഞാലും യു ആർ എ ക്രോണിക് സ്പോർട്സ് പേഴ്സൺ എന്ന് പറയാം. ക്രോണിക് എന്ന് പറയുന്നത് യു ആർ എ സ്പോർട്സ് മാൻ, ദ ഫസ്റ്റ് തിങ്. പിന്നെ സ്പോർട്സ് പേഴ്സണാലിറ്റീസിന് മിക്കവാറും വരുന്നത് നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് ഈസ് എ ഡെയിലി റൂട്ടീൻ ഫോർ യു. അപ്പോൾ എന്ത് സംഭവിച്ചു, എവിടെ ഡാമേജ് ആണെന്ന് യു കെ നോട്ട് മേക്ക് ഇറ്റ് ഔട്ട്. സോ വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം എ ഹോമിയോപ്പത്തിക് പെർസ്പെക്ടീവ് ഇസ് ഇറ്റ്സ് എ chronic damage. It could be a chronic damage. Okay, it could be a chronic damage. അതൊന്ന്. പിന്നെ തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പല മരുന്നുകളും കഴിച്ചുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് അഗെയിൻ ഷോസ് ദാറ്റ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വരുന്ന റെമഡീസ് ഒക്കെ കുറേയൊക്കെ അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഒരു അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻ ഈസ് നോട്ട് വർക്കിംഗ് ഓൺ യു. സോ ഇൻ സച്ച് കേസസ് വേർ ദർ ഇസ് എ chronic injury, complaints are existing since a long time, and if the patient is a sports person by himself, അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും കൂടി ഇരുന്നിട്ട് കേസ് ടേക്കിംഗ് ചെയ്തിട്ട് ആൻഡ് ഇൻ സ്പോർട്സ് ഇഞ്ചുറിയിലും കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ ഹൈപ്പൊട്ടൻസി കൊടുക്കാം. പിന്നെ അക്യൂട്ട് പ്രിസ്ക്രിപ്ഷന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആസ് ആൻഡ് വെൻ നീഡഡ് SOS എന്ന് പറഞ്ഞ് കൊടുത്താൽ the patient will eventually come out of this chronic problem. That is how sports management, sports injury can be managed. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്രയും നോളേജോ അവയർനെസ് ഒക്കെ ഉണ്ടായിട്ട് അക്യൂട്ട് പ്രിസ്ക്രിപ്ഷൻസ്, ആസ് യു സെഡ്, ഇഫ് യു ആർ ഏബിൾ ടു ഹെൽപ്പ് യുവർ ഫ്രണ്ട്സ്, യു വുഡ് ഹാവ് ട്രൈഡ് യുവർ ബെസ്റ്റ് ടു ഹെൽപ്പ് യുവർ സെൽഫ് ഓൾസോ. അപ്പോൾ അത്രയും ചെയ്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ then it should be a constitutional prescription on higher potency. കാരണം ഇന്റർണൽ വല്ല ലിഗമെന്റോ ടെൻഡനോ ഒക്കെ മേജർ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലി ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ ക്യാൻ ഹെൽപ്പ് ഹീൽ ദാറ്റ് ഇന്റർണൽ ഡാമേജ്. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യതയുള്ളത്. കാരണം ഓൺ ആൻഡ് ഓഫ് ഇത് എന്നെ ട്രബിൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇത് പെട്ടെന്ന് നമുക്ക് ട്രബിൾസം ആവുന്നതേ. പിന്നെ ഈ സിനിമാനിയും അങ്ങനെ കാണാറുണ്ട്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള നിങ്ങളുടെ കേസ് പറയുന്ന കേൾക്കുന്ന സിംറ്റം വെച്ചിട്ട് സിങ്കം മെറ്റാലിക്കം ഇസ് വൺ ഓഫ് ദ റെമഡി ദാറ്റ് യു ക്യാൻ തിങ്ക് അബൌട്ട്. ബട്ട് ഇഫ് യു ഹാവ് ട്രൈഡ് സിങ്കം ആൻഡ് ഇറ്റ് ഹാസ് നോട്ട് ഹെൽപ്പ് ദെൻ മേബി I never tried that. Okay, സിങ്കം മെറ്റാലിക്കം ഒന്ന് നോക്കൂ. താങ്ക് യു. ഓക്കെ, സോ അപ്പൊ ഞാൻ രണ്ട് വാക്കുകൾ കോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് പെറ്റലോഫിമറൽ സിൻഡ്രോമും കോൺട്രോമലേഷ്യ പെറ്റാലയും. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സന്തോഷം ഡോക്ടർ ബിന്ദുരാജ്. എന്തായാലും ഈ ഒരു വിഷയം ചർച്ചയായിട്ട് വന്നതുകൊണ്ട് ഡോക്ടർ ബിന്ദുരാജ് ഒരു സ്പോർട്സ്മാൻ ആണെന്ന് മനസ്സിലായി. മാരത്തോണും സൈക്ലിങ്ങും ഒക്കെ ചെയ്യുന്ന സ്പോർട്സിൽ വളരെ ഇൻട്രസ്റ്റും ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് മനസ്സിലായതിൽ വളരെയധികം സന്തോഷം. അടുത്തത് ഡോക്ടർ ഷാജി ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഷാജി ഡോക്ടർ. ഓക്കെ, ഹലോ. നമ്മൾ ഈ സ്പോർട്സ് മെഡിസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് PT ഉഷയാണ്. PT ഉഷയ്ക്ക് ഒളിമ്പിക്സ് ഫൈനലിൽ വന്നപ്പം വരാൻ പറ്റിയത് തന്നെ ഹോമിയോപ്പതിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്.
അത് നമുക്ക് എപ്പോഴും പറയാവുന്ന ഒരു ഇതാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച വേറൊരിതാണ്. നമ്മൾ ഞാൻ പഠിച്ച SM കോളേജിലെ ഒരു പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, സന്തോഷ് സാർ. ഞാൻ സാറിനെ ഒന്ന് വിളിച്ചിരുന്നു. പുള്ളിക്കാരൻ അവിടുത്തെ പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറാണ്, അവിടുത്തെ പ്രിൻസിപ്പലിന് ചാർജുമാണ്. ഞാനും ആ കോളേജിൽ ചാമ്പ്യൻ ആയിരുന്നു, അതുകൊണ്ട് നമ്മളുമായിട്ട് വലിയ അടുപ്പമുണ്ട്. സാറ് വീട്ടിലും വരും. സാറിന് കുറേ മരുന്ന് അവിടുത്തെ സ്പോർട്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. കാര്യം പണ്ട് ഒരു ചെറിയൊരു കോളേജ് ആയിരുന്നു, പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവന്ന ആ സാറായിരുന്നു. ഞാൻ സാറിനെ വിളിച്ച് സാറിന് വരാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയിപ്പോയി, അല്ലെങ്കിൽ സാറിൻ്റെ അഭിപ്രായം കൂടെ നമുക്ക് കേൾക്കാമായിരുന്നു. പറഞ്ഞതെന്ന് പറഞ്ഞത്, സാർ അവിടെ ഈ പിന്നെ ലോങ് റണ്ണിങ്ങിനൊക്കെ ഒരുപാട് ഈ ജിൻസങ്ങൊക്കെ മരുന്ന് ഒരുപാട് ബോട്ടിൽ 10-20 ബോട്ടിൽ നമ്മളെ നിന്ന് മേടിക്കുമായിരുന്നു സ്റ്റാമിനയ്ക്ക് വേണ്ടി. നമ്മൾ സ്റ്റീറോയിഡ് പോലെ നമ്മൾ കൊടുക്കാതെ തന്നെ നമുക്ക് വിഗർ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. അത് കണക്ക് തന്നെ ജിൻസങ് അത് നല്ല ബോഡി ഈ സയാറ്റിക്കും ബാക്ക് കേക്കിനും ഒക്കെ നമുക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നാണല്ലോ. അതുമാത്രമല്ല, അതൊരു സ്റ്റിമുലൻറ്റും ആണ്. സെക്സ് സ്റ്റിമുലൻ്റ് ആയിട്ട് സാറിന് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ഇൻഫെർട്ടിലിറ്റി ഒക്കെ കൊടുക്കുന്നതാണ്. അതേ കണക്ക് തന്നെ കഴിഞ്ഞ സാറ് തന്നെ ഇത് സ്പോർട്സ് കൈനറ്റിക്സിൽ PhD എടുത്ത സാറാണ്. സാർ ഒരുപാട് ഹോമിയോ മരുന്ന് നമ്മൾ ഈ സ്പോർട്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷം തന്നെ അവൈന സെറ്റൈവ സാറ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത് എനർജി ബൂസ്റ്ററാണ്, മെയിലിന് പ്രത്യേകത പറയുന്നുണ്ട്. പിന്നെ റെഡ്യൂസ് ഫാറ്റിഗ് ഉണ്ട്, ഹോർമോൺ ബാലൻസ് പറയുന്നുണ്ട്. അത് വൈറ്റമിൻ B, കാൽസ്യം, മഗ്നീഷ്യം ഇതൊക്കെ അതിനകത്ത് കൂടുതലായിട്ടുണ്ട്. റെഡ്യൂസ് കൊളസ്ട്രോൾ, വെയിറ്റ് കൂടാതെ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മരുന്ന് നല്ല ഇതാണ്. സാർ അത് ഒരു 10-20 ബോട്ടിലെങ്കിലും മേടിക്കും, നമ്മളെ ഇന്ന് സ്ഥിരമായിട്ട് മേടിക്കാറുണ്ട്. അതാണ് ഇപ്പം തന്നെ ഇന്ന് ഞാൻ സാറിന് വേണ്ടി പറഞ്ഞത് അശ്വഗന്ധയാണ്. ഒരു 10 ബോട്ടിൽ എൻ്റെ കയ്യിൽ നാളെ സാറിന് കൊടുക്കണം. അതും സാറ് ഈ സ്പോർട്സിന് വേണ്ടി, അത് പുള്ളി ഭയങ്കര ഡെഡിക്കേഷനാണ്. സ്പോർട്സും സ്വിമ്മിങ്ങും ഒക്കെ ചെയ്യുന്നത്. ആ കോളേജിനെ ആ ലെവലിലേക്ക് കൊണ്ടുവന്നതും സാറ് വന്നതിന് ശേഷം. ഞാൻ വരുന്ന സമയത്ത് അതില്ലായിരുന്നു. ഞാനും അവിടെ ചാമ്പ്യൻ ആയിരുന്നുവെങ്കിലും ആ സമയത്ത് സാർ ഇല്ലാത്തൊരു വലിയൊരു ഒരു നഷ്ടമായി പോയെന്ന് തോന്നുന്നു. പക്ഷെ സാറ് ഇന്ന് വരാൻ വയ്യാത്ത രസൗര്യം കൊണ്ട്, അല്ലെങ്കിൽ ഇത് ജോയിൻ ചെയ്യുന്ന സാറിന് അറിയത്തുമില്ലായിരുന്നു. അതിനു വേണ്ടി റിസർച്ച് നടത്തുന്നുണ്ട് സാറ്. ഈ സ്പോർട്സ് കൈനറ്റിക്സിന്റെ ഇതിൽ അവൈനസെറ്റയുടെ ഒരു തീസിസ് പോലെ പുള്ളി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഡോക്ടർ ഉദ്ദേശിക്കുന്ന ഇത് സ്പോർട്സിന് പോണതിന് മുമ്പ് ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട് കൊടുക്കുമെന്നാണോ? അതെ, അവിടെ സാറ് അവിടുത്തെ കോച്ചാണ്. സാർ അവിടെയൊക്കെ പിള്ളേർക്ക് കോച്ചിങ് സമയത്ത് തന്നെ ഈ മരുന്നുകൾ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടുത്തെ പിന്നെ ഓൾ ഇന്ത്യ പിന്നെ റണ്ണിങ്ങിന്റെ ചാമ്പ്യനൊക്കെ ആയിട്ടുള്ള ആൾക്കാരെല്ലാം അവിടുന്ന് ഈ മരുന്ന് നമ്മൾ കൊടുക്കാറുണ്ട്, ജിൻസങ് കൊടുക്കാറുണ്ട്. ഇന്നലെ മേടിച്ചത്, ഇന്ന് ഞാൻ മേടിച്ചു വെച്ചേക്കുന്ന അശ്വഗന്ധയാണ്. അതും നല്ലൊരു വൈറ്റാലിറ്റി ഒക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ബോഡിയെ റീജുവനേറ്റ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ നല്ല ഒരു മരുന്നാണ്. അതുകൂടാതെ ഈ എന്താണ് ഈ എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോൾ എനിക്ക് സ്പോർട്സിന് ഞാൻ കൊല്ലൂരിക്കുമ്പോൾ ബിന്ദുരാജിനെ അറിയാം. ഞങ്ങളൊക്കെ ഒരുമിച്ച് ഞാൻ കൊല്ലൂർ താലൂക്കിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ഈ മരുന്ന്, ഈ എന്തെങ്കിലും അസുഖം വന്നാൽ, ഇപ്പം സ്പോർട്സിന് പോയിട്ട് മഞ്ഞപ്പിത്തോട്ട് വന്നാലും നമ്മളൊരിക്കലും വരുമായിരുന്നു. ഈ ഷിൻബോൺ പെയിനൊക്കെ ഒരുപാട് കേസ് വരുമായിരുന്നു. ഫ്ലൂറിക് ആസിഡ്, നമ്മൾ ആസിഡ് ഫ്ലൂർ അങ്ങനെയൊക്കെ വരുന്നുണ്ട്, അസഫേറ്റഡ് അങ്ങനെയുള്ള മരുന്നൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് കുറേ അവിടെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മരുന്നിനും നമുക്ക് ഇപ്പോഴും സാറ് നമ്മളിലേക്ക് വരുന്നുണ്ട്. സാറിന് ഈ പിന്നെ മീറ്റിംഗിൽ വരുത്താൻ ഇന്ന് ഞാൻ വിളിച്ചു, അതെ സാറിന് അസൗകര്യമായിപ്പോയി. അത് ഇനിയൊരു അവസരത്തിൽ നമുക്ക് വിളിക്കാം ഡോക്ടർ. അല്ല, അത് പറഞ്ഞത് ശരിയാ. ഡോക്ടർ ഷാജി പറഞ്ഞ ഭയങ്കര ഒരു വാല്യൂബിൾ ഒപ്പീനിയൻ ആണ്. ഞാനിവിടെ എൻ്റെ മക്കൾക്ക് ചെസ് കോമ്പറ്റീഷൻ വരുമ്പോൾ കൊടുക്കണ മരുന്നാണ് അശ്വഗന്ധ. ആൻഡ് രാവിലെ അശ്വഗന്ധ കൊടുക്കും, രാത്രി ബാക്കോപ്പ മോണേരി. അത് ചെസ് കോമ്പറ്റീഷന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം വിഗർ ആൻഡ് വൈറ്റാലിറ്റി എന്ന് പറയും. അപ്പോൾ ഇൻ്റലക്ച്വൽ വിഗർ ആൻഡ് വൈറ്റാലിറ്റിയിൽ ബാക്കോപ്പ ആൻഡ് അശ്വഗന്ധ ഇസ് വെരി ഗുഡ്. പിന്നെ ഡോക്ടർ ഷാജി പറഞ്ഞ പോലെ ജിൻസെക് ഇസ് ഫോർ മോസ്റ്റ് ഫിസിക്കൽ വൈറ്റാലിറ്റി, ഫിസിക്കൽ ലെവലിൽ. അതുപോലെ അൽഫാൽഫയുണ്ട്. അൽഫാൽഫ പണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇവിടെ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അൽഫാൽഫ ടോണിക് എന്ന് പറഞ്ഞിട്ട് കിട്ടുമായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ അച്ഛൻ പേഷ്യൻസിന് അൽഫാൽഫ, ഞാൻ പറഞ്ഞില്ല അവിടെ കുറേ ഞങ്ങൾ താമസിക്കുന്ന ലൊക്കാലിറ്റി അങ്ങനെയായിരുന്നു.
പോലീസുകാർ കുറേ ഉണ്ട്. പിന്നെ ചിലപ്പോൾ ചില ഫാമിലികൾ വന്ന് പറയും മിലിറ്ററിയിലെ മോനെ സെലക്ട് ആയി മോന് പോവാണ് ട്രെയിനിങ്ങിന്, അങ്ങനെയൊക്കെയുള്ള ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ്, ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തായാലും ഉണ്ടാവും എന്നുള്ള ഉറപ്പ്. ഒരു പോലീസ് സെലക്ഷൻ നടന്ന ഉറപ്പാണല്ലോ കുറേയൊക്കെ ട്രെയിനിങ് ഉണ്ടാവും. സോ അൽഫാൽഫ ടോണിക് ആയിട്ട് കിട്ടുമായിരുന്നു, ജിൻസെക് മദർ ടിഞ്ചർ ഫോർ ഫിസിക്കൽ വിഗർ ആൻഡ് വൈറ്റാലിറ്റി, ആൻഡ് ഫോർ ഇൻ്റലക്ച്വൽ വിഗർ ആൻഡ് വൈറ്റാലിറ്റി അതുപോലെ ഷൂട്ടിംഗ്, എന്താ അതിന് പറയാം, റൈഫിൾ ഷൂട്ടിംഗ് ആൻഡ് ബോ ആൻഡ് ആരോ. അത് അത്ര ഇല്ല, ഇതിപ്പോൾ എവിടെയും ഇല്ല, പക്ഷെ അതിനൊക്കെ ബാക്കോപ്പ ആൻഡ് അശ്വഗന്ധ ഈസ് വെരി ഗുഡ്, വെർ യു നീഡ് ഇൻ്റലക്ച്വൽ അക്യുറസി. So thank you very much, Dr. Shaji, adding ആർച്ചറി for it. ഉണ്ടല്ലോ, ആർച്ചറി, അതിനോ? ആർച്ചറി വായ വിട്ടുപോയി. ആർച്ചറിയും ഷൂട്ടിങ്ങിനും ഇതിനൊക്കെ ഇന്റലക്ച്വൽ അക്യുമെൻ വേണം, പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ. അതുപോലെ ചെസ് കളിക്കുമ്പോഴും തന്നെ അത് നല്ല ഒരു ഇതാണ്. ജിൻസംഗം അത് ഫോക്കസ് ചെയ്യാൻ നല്ലതാണെന്ന് പറയുന്നത്. ഫോക്കസ് ചെയ്യാൻ. ആണോ? അപ്പൊ ഈ ആർച്ചറിക്ക് ജിൻസംഗ് അത് നല്ലതാണ്. നല്ല മരുന്നായിരിക്കും. അതൊക്കെ പക്ഷെ ഇത് ഈ മരുന്ന് ഈ കഴിച്ചു കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മറ്റ് സ്റ്റീറോയിഡിന്റെ പോസിറ്റീവ് ആവത്തില്ല. മറ്റേ യൂറിനൊക്കെ നമ്മള് സ്പോർട്സിൽ വരുമ്പോഴേ എന്തെങ്കിലും സ്റ്റിമുലന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ഉപയോഗിച്ചെന്നുള്ളത് അങ്ങനെ വരൂല അല്ലേ? ടെസ്റ്റ് ചെയ്ത. അതാണ് ഇത് ഉപയോഗിക്കുന്നതിന്റെ അഡ്വാൻറ്റേജ്, അതാണ്. ഓക്കെ, അപ്പോ നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മള് എന്താണ് ഇനി ഇതെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അറിവ് കിട്ടുകയും ചെയ്യുന്ന ക്ലാസ് ആയിരുന്നു. എന്തായാലും പത്മപ്രിയ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ഷാജിയെ തന്നെ ക്ഷണിക്കുക. എന്തായാലും നല്ല ഒരു ക്ലാസ് ആയിരുന്നു. കുറേ പുതിയ മരുന്നുകളെ കുറിച്ച് അറിയാനും പുതിയ കണ്ടീഷനെ കുറിച്ച് കേൾക്കാനും കഴിഞ്ഞു. പിന്നെ ഈ നമ്മൾ ഈ പറഞ്ഞ കണക്ക് സ്പോർട്സ് മെഡിസിനെ കുറിച്ച് പിന്നെ ശാരദാകൃഷ്ണയിൽ ഒരു സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണു ഡോക്ടറെയൊക്കെ പറഞ്ഞു ഈ സന്തോഷ് സാറിനെ കോണ്ടാക്ട് ചെയ്യണം. സാറിന് പോകാനുള്ള സൗകര്യം ഇവിടെ ജോലി ആയതുകൊണ്ട് പറ്റാതെ വന്നതാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മളല്ലാതെ മറ്റ് ഫീൽഡിലുള്ളവരെ കൂടെ ഈ ഇതിലേക്ക് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ക്ലാസ് വളരെ ബെനിഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേർക്കുള്ള അനുഭവങ്ങൾ പറയാൻ കാണും, അവർ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും പ്രിയ ഡോക്ടർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഡോക്ടർ ഷാജിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എന്തായാലും മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. പത്മപ്രിയ ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും ഇനിയും മറ്റൊരു വിഷയത്തിൽ ക്ലാസ്സുമായി എത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഇന്ന് ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു.